രാജീവ് ഗാന്ധി എന്ന മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൊലപാതകം റിപ്പോർട്ട് ചെയ്ത ടൈം മാഗസിൻ ഇങ്ങനെ എഴുതി: രാജീവിനെ അണിയിക്കാനായി കയ്യിൽ പൂമാലയുമായി ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് കുമ്പിട്ടു. പിന്നീട് എല്ലാം കണ്ണടച്ചു തുറക്കുന്ന മാത്രയിൽ കഴിഞ്ഞു. ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷ മുഴുവൻ കർണകഠോരമായ ശബ്ദത്തോടെ ഒരു തീഗോളമായി കത്തിയെരിഞ്ഞു. രാജീവിന്റെ കൊലപാതകത്തിന് തെരഞ്ഞെടുത്ത മാർഗവും ആസൂത്രണം ചെയ്ത രീതിയും ഓർക്കുക. ഇത് കണക്കിലെടുത്ത പ്രധാനമന്ത്രിക്ക് പുറമെ 3 പേർക്ക് കൂടി കേന്ദ്ര സർക്കാർ നിയമം മൂലം ഒരു സുരക്ഷാ സേനയുണ്ടാക്കുന്നു. SPG സുരക്ഷ ഉണ്ടായിരുന്ന 3 പേരിൽ ഒന്നാമത്തെ ആളുടെ കയ്യിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അനായാസം ഒരു ചരടും കെട്ടി ഫോട്ടോയും എടുത്ത് മടങ്ങുന്നു. ആർക്കും കാണാവുന്ന ആളാണല്ലോ സോണിയാഗാന്ധി എന്ന കോൺഗ്രസുകാർക്ക് പോലും ദഹിക്കാത്ത ക്യാപ്സ്യൂൾ വിതരണം ചെയ്ത VD സതീശനാണ്. എത്ര തവണ സോണിയാഗാന്ധിയെ അവരുടെ വസതിയിൽ പോയി കാണാൻ സാധിച്ചിട്ടുണ്ടാകും. പൊതുപരിപാടിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിന്ന പിണറായി വിജയന് ആ പരിപാടിയുടെ വീഡിയോ മുഴുവൻ പുറത്തു വരേണ്ടി വന്നു കോൺഗ്രസിന്റെ AI പ്രളയത്തെ തോൽപ്പിക്കാൻ. പക്ഷേ സ്വകാര്യ വസതിയിൽ സ്വകാര്യം പറഞ്ഞവരും പറയിച്ചവരും കോൺഗ്രസുകാർ ആയിരിക്കുന്നിടത്തോളം അവർക്ക് ആരോടും ഒരു മറുപടിയും പറയേണ്ടി വരില്ല. A. പത്മകുമാറിനെയും N. വാസുവിനെയും ഒക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായതുകൊണ്ട് മാത്രമാണ് ഉന്നതരിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞ പ്രതിപക്ഷം അടൂർ പ്രകാശിലേക്ക് എത്തുമ്പോൾ അന്വേഷണ സംഘത്തിന്റെ CPIM ബന്ധം തേടുകയാണ്. അല്ല പ്രതിപക്ഷ നേതാവേ, ഇപ്പോൾ അന്വേഷണം ഹൈക്കോടതി മേൽനോട്ടത്തിലല്ലേ? കൊള്ളയുടെ പാപം കോൺഗ്രസ് നേതാക്കളിലേക്ക് നീളുമ്പോൾ ഹൈക്കോടതിയെയും സർക്കാർ നിയന്ത്രിക്കുന്നു എന്നതാകുമോ ഇനി കോൺഗ്രസിന്റെ പുതിയ തിയറി? കോൺഗ്രസിനോടുള്ളത് 2 ചോദ്യം മാത്രമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടത് 2019 മുൻപാണെങ്കിൽ SPG സുരക്ഷയുള്ള ആളിലേക്ക് പോറ്റി എങ്ങനെ അനായാസം എത്തി, ആരെത്തിച്ചു? 2019 ശേഷമാണെങ്കിൽ സ്വർണ്ണക്കൊള്ള നടന്ന ആ കാലയളവിൽ കേരളത്തിന്റെയോ കേന്ദ്രത്തിന്റെയോ ഭരണ ചുമതലയിൽ ഇല്ലാത്ത കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിന് കണ്ടു? ഇന്ന് ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് ന്യൂസ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ അതിഥികളായി ചേരുന്നവർ CPIMൽ നിന്നും PK ഗോപൻ, ബേസിൽ പാറേക്കുടി കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് N. ലാൽകുമാർ ഇടത് നിരീക്ഷകൻ എന്നിവരാണ്. അത് ഞാൻ ബേസിലേക്ക് പോകുകയാണ്. ബേസിൽ, ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വന്ന ആദ്യഘട്ടം മുതൽ സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ആവർത്തിച്ചു പറഞ്ഞത് ആരായാലും സംരക്ഷിക്കില്ല, എത്ര വലിയ ഉന്നതരായാലും നിയമത്തിന്റെ മുന്നിലേക്ക് വരും എന്നുള്ളതാണ്. അതിന്റെ തുടർച്ചയിലാണ് A. പത്മകുമാറും N. വാസുവും ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അന്വേഷണം ശരിയായ ദിശയിലാണല്ലോ എന്നുള്ള ഘട്ടത്തിൽ പ്രതിപക്ഷം ഏറ്റവും പ്രധാനമായി സർക്കാരിന്റെ മെറിറ്റിനെ കുറച്ചു കാണിക്കാനായി പറഞ്ഞത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം, അതുകൊണ്ട് തന്നെ സർക്കാരിന് ഒരു തരത്തിലുമുള്ള ഇടപെടൽ നടത്താനാകില്ല, അതുകൊണ്ട് മാത്രമാണ് പത്മകുമാറിലേക്കും വാസുവിലേക്കും ഒക്കെ എത്തിയത് എന്നുള്ളതാണ്. ഇപ്പോഴും അന്വേഷണം അതേ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്. SITയിൽ പുതുതായി 2 പേർ വരുമ്പോഴും അതും അതേ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്. ഒരു വ്യത്യാസം മാത്രമാണുള്ളത്. അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം നീളുന്നു, ചോദ്യം ചെയ്യുന്നു എന്നുള്ള മാധ്യമ വാർത്തകൾ വരുന്നു. സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരുമായി പോറ്റി ഒരുമിച്ച് നിൽക്കുന്ന ചരട് കെട്ടുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ മാത്രം എങ്ങനെയാണ് അന്വേഷണ സംഘത്തെ CPIM നിയന്ത്രിക്കുന്നതും CPIMന്റെ പ്രവർത്തകരും അല്ലെങ്കിൽ അണികളുമൊക്കെ ഈ അന്വേഷണ സംഘത്തിൽ നുഴഞ്ഞു കയറുകയും ചെയ്യുന്നത്? എന്ത് നിലപാടാണത്? അതിനെ 2011 അതായത് 2017 മുമ്പാണ് അടൂർ പ്രകാശും ഈ പറയുന്ന പോറ്റിയെ കൊണ്ടുപോയി അല്ലെങ്കിൽ പോറ്റി ഫോട്ടോ എടുത്തു എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഏത് നേതാവിൻ്റെ ഒപ്പവും ഞങ്ങൾ ഈ പറയുന്ന പിണറായി വിജയൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ ചെല്ലുമ്പോൾ കൈതട്ടി മാറ്റുന്ന ശൈലി ഇല്ലാത്തതുകൊണ്ട് സോണിയാഗാന്ധി സ്വാഭാവികമായി ഒരാൾ ചെന്ന് ഫോട്ടോ എടുത്തു എന്നുള്ളത് സത്യം തന്നെയാണ്. പിന്നെ ശബരിമല, അതായത് വൺ ഓഫ് ദ ഹോളിയസ്റ്റ് പിൽഗ്രിം സെൻ്റർ ആയിട്ടുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദം നമ്മൾ ഈ ഒരു സാധനം വെച്ച്, അതായത് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇത് വെച്ച് ബാലൻസ് ചെയ്ത് പോവുകയല്ല വേണ്ടത്. മറിച്ച് ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ 2 പ്രസിഡന്റുമാർ, മുൻ ദേവസ്വം ബോർഡിൻ്റെ 2 പ്രസിഡന്റുമാർ ഇന്ന് ജയിലിലാണ്. എന്തുകൊണ്ടാണ് ഇവർ ജയിലിലായതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. 2019 അതായത് 2019 കേരളം ഭരിക്കുന്ന ഈ സർക്കാരിന്റെ അറിവോടുകൂടി നടത്തിയ വലിയ കൊള്ളയെ മറിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുത്തു എന്ന് പറയുന്ന, എന്ത് പറയുക, നമ്മൾക്ക് എല്ലാവർക്കും സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലായി ഒരു ഫോട്ടോ എടുത്തു. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തിട്ടില്ല, അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനായി പോകുന്നു. കടകംപള്ളിയെ ചോദ്യം ചെയ്തു. നിങ്ങൾ എല്ലാവരും ഇത് മറച്ചു വെച്ചു, സർക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് മറച്ചു വെച്ചു. കടകംപള്ളിയെ ചോദ്യം ചെയ്ത് മറച്ചു വെച്ചു. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു. അടൂർ പ്രകാശ് എന്ത് ബന്ധം? ഒരു ഫോട്ടോ എടുത്തു എന്നതിന്റെ പേരിലാണെങ്കിൽ സ്വപ്ന സുരേഷുമായി പിണറായി വിജയൻ നിൽക്കുന്ന ഫോട്ടോ നമ്മൾ കണ്ടു. സ്വപ്ന സുരേഷുമായി ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ മിക്ക
മിക്ക മന്ത്രിമാരും സ്വപ്ന സുരേഷിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ബേസിൽ ഫോട്ടോ വെച്ചിട്ട് ഇത്രയും വലിയ ഒരു കൊള്ളയെ, അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത്രയും വലിയ ശബരിമലയിൽ നടന്ന ഇത്രയും വലിയ സ്വർണ്ണ കൊള്ളയെ മറിക്കാൻ, ഇത്രയും വലിയ സ്വർണ്ണ കൊള്ളയെ മറിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോയെ വെച്ചുകൊണ്ട് നാണമില്ല ഇത്രയും ഫോട്ടോ പ്രസക്തമാകുന്നു എന്നുള്ളത് നമ്മൾ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ ചർച്ച ചെയ്യും. ബേസിൽ ഉറപ്പാണ്. എന്റെ ചോദ്യം അതല്ല. ബേസിൽ ഇത് ആദ്യമേ സെറ്റ് ചെയ്ത് സ്വപ്ന സുരേഷിന്റെ ഒപ്പം നിൽക്കുന്ന പിണറായി വിജയന്റെ ഫോട്ടോ നമ്മൾ കണ്ടതാ. ഈ പോറ്റിയുടെ ഒപ്പം നിൽക്കുന്ന ആദ്യമേ ഒരു അജണ്ട സെറ്റ് ചെയ്ത് വന്ന് എന്ത് ചോദിച്ചാലും ഇതേ പറയൂ എന്നുള്ളത് വാശി പിടിച്ചാൽ ഒന്നും ചെയ്യാനില്ല. എന്റെ ചോദ്യം അതല്ല ബേസിൽ. പിണറായി വിജയനെ ചോദ്യം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ അല്ല. ഞാൻ പറയാം, ആങ്കറിനെ ഞാൻ കാണിച്ചു തരാം. പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കാണണോ? പോറ്റിയുടെ കൂടെ നിൽക്കുന്നേ? ഞാൻ ബേസിലിനോട് കേരളം ഭരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ചോദ്യം ചോദിച്ചോ ബേസിലെ? ഇല്ലല്ലോ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇതിൽ അജണ്ട എന്നുള്ളത് ആദ്യം തന്നെ വ്യക്തമല്ലേ? ബേസിൽ ഇങ്ങനെ എല്ലാം പഠിച്ചു വന്ന് ആദ്യമേ കാലം ഉടക്കല്ലേ ബേസിലെ? ബേസിൽ എന്തൊക്കെയോ പഠിച്ചു വന്നു അതേ പറയൂ എന്നുള്ളത് ശാഠ്യമാണെന്നുള്ളത് ആദ്യത്തെ വരിയിൽ മനസ്സിലായി. പക്ഷെ എന്ന് കരുതി ആദ്യമേ ആ കാലം ഉടക്കല്ലേ? എന്റെ ചോദ്യം ഫോട്ടോയുമായി ബന്ധപ്പെട്ടല്ല. കൈക്കുവാരി ചോരുണ്ണുന്ന അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന കൈക്കുവാരി ചോറുണ്ണുന്ന എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ് ബേസിൽ ഇന്നിവിടെ പറഞ്ഞത്. പിണറായി വിജയന്റെ കൂടെയും ബേസിൽ വ്യക്തിപരമായ ചില കാര്യങ്ങൾ, വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനല്ലോ വന്നത്. ബേസിൽ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അഭിപ്രായം പറയാനാണല്ലോ. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് ഈ ചർച്ച നിയന്ത്രിക്കുന്ന ആങ്കർ എന്ന നിലയിൽ എന്റെ ചോദ്യം ഫോട്ടോയുമായി ബന്ധപ്പെട്ടല്ല സുഹൃത്തെ. അതാണ് ഞാൻ പറഞ്ഞത്. ബേസിൽ ഈ ചർച്ച നിയന്ത്രിക്കുന്ന ആങ്കർ എന്ന നിലയിൽ ഞാൻ ആദ്യമായി ബേസിലിനോട് ചോദിച്ച ചോദ്യം ആ ഫോട്ടോയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമല്ല. ഞാൻ ചോദിച്ചത് കഴിഞ്ഞ ദിവസം വരെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഒരു തരത്തിലുമുള്ള ഇടപെടൽ സർക്കാരിന് നടത്താൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് പത്മകുമാറിലേക്കും എൻ വാസുവിലേക്കൊക്കെ അന്വേഷണ സംഘം എത്തിയത്, അവരെ അറസ്റ്റ് ചെയ്തത്, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ കടകംപള്ളി ഉൾപ്പെടെ ചോദ്യം ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പ്രതിപക്ഷ നേതാവ് ഇന്ന് അദ്ദേഹം നിലപാട് മാറ്റുകയാണ്. ചോദ്യം പൂർത്തീകരിക്കട്ടെ. ഇന്ന് അദ്ദേഹം നിലപാട് മാറ്റുകയാണ്. എന്താണ്? ഈ അന്വേഷണ സംഘത്തിൽ കുറെ CPIM-കാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിനെ നിയന്ത്രിക്കുന്നു എന്നൊക്കെ. ഇതേ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയല്ലേ ഇപ്പോഴും അന്വേഷണം നടക്കുന്നത്? അപ്പോൾ ഹൈക്കോടതിയെ നിങ്ങൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണോ? അതാണ് എന്റെ ചോദ്യം. ഇനി ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ. പറയൂ, ഈ ചോദ്യത്തിന് ഉത്തരം പറയൂ സുഹൃത്തെ. ഓക്കെ, അതായത് ഈ പറയുന്ന അങ്കർ തന്നെ പറയുകയുണ്ടായി, ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കും ഈ പറയുന്ന പത്മകുമാറിലേക്കും ഒക്കെ അന്വേഷണം അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെത്തി ഇവരൊക്കെ അകത്താകാൻ ഈ ഫാക്ട് ഉണ്ടായത്, അല്ലെങ്കിൽ ഇവരൊക്കെ അകത്താവാൻ വന്നത് എന്തുകൊണ്ടാണ്? SIT അന്വേഷണം വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ കോടതി ഇടപെട്ടതുകൊണ്ടാണ്. അതായത് സർക്കാരായിരുന്നു അന്വേഷണം നടത്തിയതെങ്കിൽ ഇവര് അകത്താവില്ല എന്ന് ആങ്കർ തന്നെ ഇപ്പൊ പറയുന്നത്. അങ്ങനെ പറയാതെ പോകുന്നത് ശരിയല്ലെന്നേ. അങ്ങനെ പറഞ്ഞു പോയതല്ലെന്ന് ഇപ്പൊ ആങ്കർ തന്നെ പറഞ്ഞു. അപ്പൊ സർക്കാരായിരുന്നു അന്വേഷണം നടത്തിയത്. ഞാൻ പറയാം, ഇന്ന് 2 CIമാരെ നമ്മൾ കാണുകയാണ്. 2 CIമാർ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിലേക്ക് തിരികെ കയറ്റി. ഈ 2 CIമാരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 2 IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഒരു ഈ പറയുന്ന ക്രൈംബ്രാഞ്ചിലെ ഉന്നതൻ ഉൾപ്പെടെ അവരുടെ കൂട്ടായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ട് 2 CIമാരെ ഈ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തുക. എന്തിനു വേണ്ടിയിട്ടാ? ഈ ഇടതുപക്ഷ ചിന്താഗതിയിൽ ഇടതുപക്ഷവുമായിട്ട് സഹകരിച്ചു നിൽക്കുന്ന 2 CIമാരെ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നത്. ഇത് എന്ത് വന്നാലും പിണറായി വിജയനും സർക്കാരിനും വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ അവർക്കെതിരെ ഒന്നും നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് SIT ഉൾപ്പെടെ കുത്തിക്കയറ്റിയ നിങ്ങൾ എന്താ എല്ലാ നിയമനത്തിലും കുത്തിക്കയറ്റുന്ന പോലെ SIT-ലും ഇങ്ങനെ തിരികെ കയറ്റി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു അന്വേഷണത്തിനെ പോലും ഭയക്കുന്നു. ഇന്ന് ഈ അന്വേഷണം ഞാനത് ആദ്യം കണക്ട് ചെയ്താണ് ചോദിച്ചത്. ബേസിൽ ആ ഭാഗം കേട്ടില്ലെന്ന് നടിക്കുകയാണ്. ഞാൻ ഒരു തവണ കൂടി ചോദിക്കുന്നു. നോക്കൂ, ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് അന്വേഷണം. ഈ ബേസിൽ ഇപ്പോൾ പറഞ്ഞ 2 CPIM-കാരുണ്ടല്ലോ, ബേസിൽ അങ്ങനെ തന്നെയാണ് അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ അവർ SIT-ലേക്ക് വരുന്നു. അവരുടെ നിയമനം ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയാണ്. അവരുടെ നിയമനം അവർ ആ SIT-ലേക്ക് വരുന്നത് ഹൈക്കോടതിയുടെ അനുമതിയോട് കൂടിയാണ്. ഇന്നലെ വരെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ സർക്കാരായിരുന്നു അന്വേഷിച്ചതെങ്കിൽ ഇങ്ങനെ ആകില്ലായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായതുകൊണ്ട് അത് നടന്നില്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതേ ഹൈക്കോടതിയാണ് ഈ 2 ഉദ്യോഗസ്ഥരെ അടക്കം ഈ സംഘത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇപ്പോഴും കൃത്യമായ കാലയളവിൽ റിവ്യൂ നടക്കുന്നുണ്ട്. 5-ാം തീയതി റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുന്നു. അപ്പോൾ ആ ഹൈക്കോടതിയെ നിങ്ങൾ അവിശ്വസിക്കുകയാണോ? ഈ 2 ഉദ്യോഗസ്ഥർ ഈ SIT സംഘത്തിലേക്ക് വരുമ്പോൾ അതിനെ CPIM നിയന്ത്രിക്കുന്നു, സർക്കാർ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നതിലൂടെ നോക്കൂ, ഇതിന്റെ അന്തിമ തീരുമാനം ഹൈക്കോടതിക്കാണ് എന്നത് മറക്കരുത്. അതാണ് എന്റെ ചോദ്യം. ഇതിന്റെ അന്തിമ തീരുമാനം, അതായത്
ഹലോ അശ്വത കേൾക്കാം. ഇതിന്റെ അന്തിമ തീരുമാനം ഹൈക്കോടതിയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കൃത്യമായ നിലപാട് പറഞ്ഞു. ഹൈക്കോടതിയുടെ, അതായത് ഹൈക്കോടതി എന്താണോ സ്റ്റാൻഡ് എടുക്കുന്നത് അതിന്റെ ഒപ്പം തന്നെയാണ് ഞങ്ങൾ ഇന്ന്. അതായത് ഈ പറയുന്ന പത്മകുമാറിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്തടത്തോളം പോലെ 2 ദേവസ്വം ബോർഡിന് മുൻ പ്രസിഡന്റുമാർ അകത്താണ്. അതോടൊപ്പം തന്നെ മുരളി ബാബു, നമ്മളെല്ലാവരും കണ്ടു, മുരളി ബാബു അകത്താണ്, ഈ സുധീഷ് കുമാർ അകത്താണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ എല്ലാവരും അകത്ത്. അപ്പോൾ ഈ പറയുന്ന നിങ്ങൾ ആരുമല്ല എന്നൊക്കെ പറയുന്നുള്ളൂ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ, അതായത് പത്മകുമാർ ഈ പറയുന്ന ഡിവൈഎഫ്ഐയുടെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റായി പിന്നീട് സംസ്ഥാന ഭാരവാഹി, നിങ്ങൾ ഇന്ന് എ റഹീം ഒക്കെ പ്രദാനം ചെയ്യുന്ന അഖിലേന്ത്യാ കമ്മിറ്റിയിൽ വരെ ഇരുന്ന ആളാണ് ഈ പത്മകുമാർ. അതിനുശേഷം കോന്നി MLA ആയി. അതിനുശേഷം ഇന്നും പത്തനംതിട്ടയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടിരിക്കുന്ന പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റിലായി. ഈ അറസ്റ്റിലായ വിവരം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ പോകുന്നു. അതാണ് ഇന്ന് ഫ്ലാഷ് ന്യൂസ് ആയിട്ട് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കാൻ പോകുന്നു. ഇതിൽ ഏത് അന്വേഷണ സംഘത്തെയാണ് നിങ്ങൾക്ക് വിശ്വാസം? ഇതിൽ ഏത് അന്വേഷണ സംഘത്തിനോട് ഞാൻ ചോദിച്ചത് കടകംപള്ളിയെ ചോദ്യം ചെയ്തത് മറച്ചു വെച്ചോ ഇല്ലയോ? ആര് മറച്ചു വെച്ചു? കടകംപള്ളിയെ UDF അല്ല, നിങ്ങൾ ന്യൂസ് കൊടുത്തോ? അല്ലല്ല, നിങ്ങൾ കൊടുത്ത കടകംപള്ളിയെ SIT ചോദ്യം ചെയ്തു വന്ന നിങ്ങൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു. ശരി, വെറുതെ തർക്കിച്ച സമയം കളയേണ്ടതില്ലല്ലോ. ഞാൻ വരാം. ഞാൻ പ്രധാനമായും ഒറ്റ കാര്യമാണ് ബേസിലിനോട് ചോദിക്കാൻ ശ്രമിച്ചത്. ഞാൻ വരാം. വെറുതെ തർക്കിച്ച സമയം കളയണ്ടല്ലോ. ഞാൻ ഒറ്റ കാര്യമാണ് ബേസിലിനോട് ചോദിക്കാൻ ശ്രമിച്ചത്. അതായത് നിങ്ങൾ ഇന്നലെ വരെ വിശ്വാസത്തിൽ എടുത്തിരുന്ന SIT ഹൈക്കോടതി ഇന്നിപ്പോൾ എങ്ങനെയാണ് അതിൽ അവിശ്വാസം വരുന്നത്? SIT മാറിയിട്ടില്ല, അതിനെ നിയന്ത്രിക്കുന്ന ഹൈക്കോടതി മാറിയിട്ടില്ല. അതാ PK ഗോപനിലേക്ക് ഞാൻ പോകുകയാണ്. PK ഗോപൻ, SITയുമായി ബന്ധപ്പെട്ട വിഷയം, അതിൽ കോൺഗ്രസിന് എന്തുകൊണ്ട് മറുപടി പറയാനാകുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചോദ്യം. ഞാൻ പറഞ്ഞതുപോലെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന അന്വേഷണത്തെ അവർക്ക് വിശ്വാസമായിരുന്നു. ഇന്നിപ്പോഴിതാ CPIM, സർക്കാർ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ഒന്നാമത്തേത്. 2, സോണിയാഗാന്ധിയുമായുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയം. ഞാൻ അതുകൊണ്ട് വളരെ ബോധപൂർവമാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ രാജീവ് വധവുമായി ബന്ധപ്പെട്ട സാഹചര്യം ഞാൻ വിശദീകരിച്ചത്. അപ്രതീക്ഷിതമായി ഒരു മനുഷ്യ ബോംബ് എങ്ങനെ അവിടെ പൊട്ടിത്തെറിച്ചു എന്നുള്ളത് ഞാൻ വിശദീകരിച്ചത് ബോധപൂർവമാണ്. അതിനെ തുടർന്നാണ് വലിയ സുരക്ഷ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് ഏർപ്പെടുത്തേണ്ടി വരുന്നത്. അവരുടെ ഇടയിലേക്കാണ് ഉണ്ണികൃഷ്ണ പോറ്റി വന്ന് ചരട് കെട്ടുന്നു. ദൃശ്യങ്ങളിലുള്ളതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ആ ഇടത്തേക്ക് ആക്സസ് ഉണ്ടായി എന്നുള്ളത് കടകംപള്ളിക്കൊപ്പമുള്ള ഫോട്ടോ ഉണ്ടല്ലോ, മുഖ്യമന്ത്രിക്കൊപ്പം സ്വപ്ന സുരേഷ് ഉള്ള ഫോട്ടോ ഉണ്ടല്ലോ എന്നതുപോലെ അതിനെ താരതമ്യപ്പെടുത്താൻ കഴിയുന്നതാണോ? ആദ്യമായിട്ട് SITയെ സംബന്ധിച്ച് ഈ ശബരിമലയിൽ തുടക്കം മുതൽ മിക്കവാറും എല്ലാ ചാനലുകളിലും ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. അന്ന് വലതുപക്ഷ മാധ്യമങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ചോദ്യം ഈ SITയെ സംബന്ധിച്ചാണ്. ഒരു ദിവസം അവര് SITയുടെ പേരിൽ സംശയം ഉന്നയിക്കും, ആക്ഷേപം ഉന്നയിക്കും. അടുത്ത ദിവസം അവർ SITക്ക് സർക്കാരുമായിട്ടൊരു ബന്ധമില്ല, SIT ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നീതിപൂർവമായി അന്വേഷണം നടത്തുന്ന ഒരു ഏജൻസിയാണ്, അത് നിങ്ങൾക്ക് കാര്യമൊന്നുമില്ല, ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കല്ല, നിങ്ങൾ നേരിട്ട് ചെയ്യാത്തത് കൊണ്ട് അത് അങ്ങനെ നടക്കുന്നത്, ഗവൺമെന്റ് അതിനകത്ത് ഇടപെടാത്തത് കൊണ്ടാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത്, വാസു സാറിനെ അറസ്റ്റ് ചെയ്തത് എന്ന നരേറ്റീവാണ് അതിന് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോഴെല്ലാം നമ്മളിത് ആവർത്തിച്ച് പറയാറുണ്ട്. അതായത് ഇത് 2019 തുടങ്ങുന്നത്. ഈ അന്വേഷണം ധാരാളം പേരിലേക്ക് എത്തും. SIT നീതിപൂർവമായിട്ടാണ് അന്വേഷണം നടത്തുന്നത്. അതിൻ്റെ അടിസ്ഥാന കാരണം SITയെ നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ടത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിൻ്റെ മടിയിൽ കനമില്ലാത്തത് കൊണ്ട് CPM ഭരിക്കാൻ ഏൽപ്പിച്ചവർക്ക് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റില്ല എന്ന വിശ്വാസമുള്ളത് കൊണ്ട്, അഥവാ വീഴ്ച പറ്റിയാൽ അവരനുഭവിക്കണം എന്ന ധാരണയുള്ളത് കൊണ്ട്, ഒരു മാൽ പ്രാക്ടീസ് നടത്തുന്നവരെയും സംരക്ഷിച്ച ചരിത്രം CPIMന് ഇല്ല എന്നുള്ളത് കൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് CPIM ഈ അന്വേഷണത്തെ നേരിട്ടത്, അഡ്രസ് ചെയ്തത്, അതിന് പിന്തുണ പ്രഖ്യാപിച്ചത്. അപ്പൊ ഗവൺമെന്റാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാകണമെന്ന് ബഹുമാന്യ ഹൈക്കോടതിയോട് ആവശ്യപ്പെടുന്നത്. ഹൈക്കോടതിക്ക് യുക്തമായ രീതിയിൽ അവർക്ക് വിശ്വാസ്യതയുള്ള ആളുകളെയാണ് SIT ആയിട്ട് നിശ്ചയിക്കുന്നത്. അവർ നല്ല ജോലി ചെയ്യുന്നുണ്ട്. SIT പൊതുവെ എല്ലാവർക്കും സ്വീകാര്യമായി. UDFന്റെ ആളുകളിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് SITക്ക് പേരിൽ അവർക്ക് സംശയം വരുന്നത്. അല്ലെങ്കിൽ SIT ഗവൺമെന്റിന് യാതൊരു പങ്കാളിത്തവും ഇല്ലാത്ത ഏജൻസി എന്ന രൂപത്തിലാണ് അവരതിനെ കാണുന്നത്. ഇതാണ് ഒരു കാര്യം.
രണ്ടാമത്, ഈ സോണിയാഗാന്ധിയുമായിട്ടുള്ള ബന്ധം. ഞാൻ ഡിസംബർ 31 നടന്ന ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത്, ഈ 2025 അവസാനിക്കുകയും 2026 തുടങ്ങുമ്പോൾ കളി മാറാൻ പോവുകയാണ്. ഇതുവരെ ഉണ്ടായ സാഹചര്യമല്ല 26ലേക്ക് എത്തുമ്പോൾ മാറുന്നത്. കാരണം ഡിസംബർ 31 പുറത്തു വന്നു, UDF കൺവീനർ അടൂർ പ്രകാശിനെ SIT ബന്ധപ്പെട്ട് കഴിഞ്ഞു. അത് എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ഭണ്ഡാരിയും ഗോവർദ്ധനും അതിൻ്റെ അങ്ങേ തലയ്ക്കൽ, കയറിൻ്റെ അങ്ങേ തലയ്ക്കൽ നിൽക്കുന്നത് ഇന്ത്യ രാജ്യത്തെ ഒന്നാമത്തെ കോൺഗ്രസ് നേതാവുമാണ് എന്നൊരു ശൃംഖല രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവരുടെ ഹാലിളയുകയാണ്. അപ്പോൾ ഈ പാട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വൈറലായ പാട്ടാണ് പോറ്റിയെ കേറ്റി എന്നുള്ള പാട്ട്. ഈ പാട്ട് യഥാർത്ഥത്തിൽ ഒരു പാട്ടിന്റെ നിലവാരമൊന്നും അതിലില്ല, പാരഡിയുടെ നിലവാരം പോലും ഇല്ല. അതൊരു മുദ്രാവാക്യമാണ്, താളാത്മകമായി ചൊല്ലുന്ന മുദ്രാവാക്യമാണ്. പക്ഷെ ഒരിക്കലും അത് ഒരു ഭക്തിഗാനത്തെ ബന്ധപ്പെടുത്തി അങ്ങനെ ചെയ്തുകൂടാത്തതാണ്, രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ചെയ്തുകൂടാത്തതാണ്. അത് പോട്ടെ, അതേ നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് പറഞ്ഞുള്ളൂ, അല്ലാതെ വേറെ ഒന്നും അതിന്റെ മറ്റു കാര്യങ്ങൾ പറഞ്ഞില്ല. അപ്പൊ ഈ പാട്ടിന്റെ പല്ലവി വളരെ ശരിയാണ്. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പാക്കി മാറ്റി എന്നുള്ള പല്ലവി ശരിയാണ്. പക്ഷെ അനുപല്ലവിയിലേക്ക് വരുമ്പോൾ അതിന്റെ വരികൾ മാറ്റി എഴുതേണ്ടി വരും. പോറ്റിയെ കേറ്റി എന്നുള്ളത് ഇവർ പറഞ്ഞത് 2019 ശേഷം ഊഹിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ പോറ്റി കയറിയത് 2000 ശേഷമാണ്. 2000 ശേഷം കയറിയ പോറ്റിയുമായിട്ട് CPIMന്റെയും മുഖ്യമന്ത്രിയുടെയൊക്കെ പടത്തെക്കുറിച്ച് അവർ പറയുന്നത്, ഇപ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ കാണാൻ പോറ്റി ചെല്ലുന്നു. ഈ പാനലിൽ ഇരിക്കുന്ന ആർക്കും നാളെ പോയി കടകംപള്ളി മന്ത്രിയാണെങ്കിൽ, ഇപ്പൊ മന്ത്രിയല്ലത്, ഈ അതുപോലുള്ളൊരു മന്ത്രിയെ കാണുന്നതിന് തിരുവനന്തപുരത്ത് ഒരു പ്രയാസമില്ല. അത് സാധാരണ ജനങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം അവസരമുണ്ട്, പ്രത്യേക പാസ് എടുത്താൽ രാവിലെയും അവസരമുണ്ട്. അത് അവരുടെ പോലീസ് അന്വേഷണം നടത്തിയിട്ടല്ല അവരെ കയറ്റുന്നത്, ഒരു സാധാരണ എല്ലാവർക്കും പ്രാപ്യമാണ്. പക്ഷേ പലരും പലതവണ നമ്മളെല്ലാം വ്യക്തമാക്കിയതുപോലെയും ബഹുമാന്യ മുഖ്യമന്ത്രി ആവർത്തിച്ചതുപോലെയും സോണിയാഗാന്ധി എന്ന് പറഞ്ഞാൽ 4-5 പേരിൽ, ഡിസൻ കാറ്റഗറിയിൽ വരുന്ന 4-5 പേരിൽ ഒരാൾ. അവിടെ എത്തപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ് ഒന്നുകിൽ വ്യക്തിപരമായി അവരുടെ ധാർഷ്ട്യം, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അവരെ ഇപ്പൊ കാണേണ്ടതില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത് എന്തുവാകാം. ഞാനതിൽ വ്യക്തിപരമായിട്ട് സോണിയാഗാന്ധിയെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ എന്തുവാകാം, അക്കാരണത്താലാണ് ഇന്ത്യയിൽ പല സ്റ്റേറ്റിലും കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി പോയത്. ഇപ്പൊ കേരളത്തിൽ ശ്രീ കെ കരുണാകരനും അദ്ദേഹത്തിന്റെ മകൻ ശ്രീ കെ മുരളീധരനും സോണിയാഗാന്ധിയെ നന്നായിട്ട് അതിന്റെ പേരിൽ ആക്ഷേപിച്ചിട്ടുള്ളവരാണ്. മദാമ എന്ന് വിളിച്ചിട്ടാണ് അവരെ ആക്ഷേപിച്ചത്. അവരുടെ വലങ്കൈയായി പ്രവർത്തിച്ച് കേരളത്തിന്റെ ചാർജുകാരനായി വന്നുകൊണ്ടിരുന്ന ശ്രീ അഹമ്മദ് പട്ടേലിനെ പറഞ്ഞത് ശ്രീ കെ മുരളീധരൻ പറഞ്ഞത് അലുമിനിയം പട്ടേൽ എന്നാണ്. അങ്ങനെയാണ് അവർ DEC ഉണ്ടാക്കുന്നത്. പക്ഷെ പിൽക്കാലത്ത് അവർ തിരിച്ച് കോൺഗ്രസിലേക്ക് പോയി. കാരണം CPIM മുന്നണിയുടെ ഭാഗമാക്കാൻ കഴിയാത്ത സാഹചര്യം CPIMനുണ്ടായിരുന്നു. അത് CPIMന്റെ ഇടതുപക്ഷ മുന്നണി പ്രശ്നമാണ്. അതുകൊണ്ട് അവർ തിരിച്ചങ്ങോട്ട് പോയെ. ഇല്ലെങ്കിൽ ശ്രീ കെ മുരളീധരനും പത്മജ ഇന്ന് BJP പോയില്ലായിരുന്നു, അവര് കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുമായിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ള സോണിയാഗാന്ധി എടുക്കൽ, ഒരു പോയിന്റോടെ പറഞ്ഞ് ഞാൻ അവസാനിക്കാം, ഞാൻ അവതാരിക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. ഒരു പോയിന്റോടെ ഉള്ളൂ. ഈ അടൂർ പ്രകാശ് വിളിച്ചുകൊണ്ട് പോയെന്നല്ലേ നമ്മളെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അടൂർ പ്രകാശ് പറഞ്ഞ എന്താ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നെ വിളിച്ചുകൊണ്ട് പോയതാ. അപ്പൊ കളി മാറി. ശ്രീ കരുണാകരനും വിശ്വൻ ശർമ്മയ്ക്കും മറ്റു കോൺഗ്രസ് നേതാക്കന്മാർക്കും പ്രാപ്യമല്ലാത്ത ഇടത്തിലേക്ക് UDF കൺവീനറായി പിന്നെ മാറി അടൂർ പ്രകാശ് അല്ല അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ കളി മാറി ബേസിൽ. കാരണം സോണിയാഗാന്ധി എടുക്കൽ ഇവരെക്കാൾ വലിയ സ്വാധീനം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ട് എന്നുള്ളത്. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചിട്ടാണ് ഇവര് പോയത്. കാവിൽ വേല കാണാൻ വരുന്നോ എന്ന് ചോദിച്ചു പോകുന്നത് പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരെ വിളിച്ചവിടെ കൊണ്ടുപോയി ഇവരാ പറയുന്നത്. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാജിയായിട്ടുള്ള ബന്ധം. പിന്നെ പറഞ്ഞു കേട്ടത്, സുബ്രഹ്മണ്യ സ്വാമി കൊടുത്ത കേസിന് മാനനഷ്ടം കൊടുത്തിട്ടില്ല ബേസിൽ. സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞത് സോണിയാജിയുടെ സഹോദരിമാർക്ക് ഇത്തരം വിലപിടിപ്പുള്ള മൂല്യങ്ങൾ കച്ചവടം ചെയ്യുന്ന ബിസിനസ് വിദേശത്തുണ്ട്. ഒരു കാര്യം കൂടി, ആ ഫോട്ടോയുടെ ബാക്കിൽ ഒരു വിദേശി ഉണ്ടായിരുന്നു. അയാൾ ആരാന്ന് കൂടി കോൺഗ്രസ് വ്യക്തമാക്കണം.
ഓക്കെ ഞാൻ മടങ്ങി വരാം. അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, എനിക്ക് തോന്നുന്നു ഈ ദിവസത്തെ വി.ഡി. സതീശന്റെ പ്രതികരണവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഈ വിഷയത്തെ ആകത്തുകയിൽ കണ്ടാൽ അതിൽ ഏറ്റവും ഫോക്കൽ പോയിന്റ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ഇന്നലെ വരെ ഹൈക്കോടതിയിൽ വിശ്വാസം ഉണ്ടായിരുന്നവർക്ക് ഇന്ന്, അതായത് ഹൈക്കോടതി എന്നതിനെ നമ്മളതിൽ കാണണം. കാരണം അവർ CPIM തിരികെ കയറ്റി, സർക്കാർ തിരികെ കയറ്റി എന്നൊക്കെ പറയുമ്പോൾ ഹൈക്കോടതിയും അതിന് വഴങ്ങുന്ന സംവിധാനമാണ് എന്നുള്ള ഏറ്റവും പ്രസക്തമായ ചോദ്യമുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് ആലോചിക്കുമ്പോഴാണോ ഈ പുറത്തു വന്ന ഫോട്ടോകളുടെ പരമ്പരയിലേക്ക് ആ സംശയത്തെ കൊണ്ടുചെന്ന് കെട്ടാൻ സാധിക്കുന്നത്? അഡ്വക്കേറ്റ് എൽ ലാൽകുമാർ, ഇവിടെ ഇപ്പോൾ പറഞ്ഞതുപോലെ സ്വപ്ന സുരേഷുമായി പിണറായി വിജയൻ ഒരു പൊതുവേദി പങ്കിട്ടതിനെയാണ് ബേസിൽ ആദ്യമേ ചോദ്യം ചെയ്യുന്നത്. എന്തിനാണ് സ്വപ്ന സുരേഷ്, ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി പൊതുവേദി പങ്കിട്ടിട്ടുണ്ടല്ലോ, അത് പറയാമല്ലോ. അപ്പോൾ അതുപോലെയാണോ സോണിയാഗാന്ധിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ രഹസ്യ കൂടിക്കാഴ്ച നടത്തുന്നത്? അടൂർ പ്രകാശ് പറഞ്ഞതുപോലെ അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുപോയി സോണിയാഗാന്ധിയെ കാണിക്കുന്നത്? അല്ല, ഇവിടെ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇതിനകത്ത് ഇപ്പം ഫോട്ടോയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പരാമർശം നടത്താമെന്ന് വിചാരിക്കുന്നു. അത് ഏറ്റവും മുഖ്യമന്ത്രി ചോദിച്ച ഏറ്റവും വാലിഡായിട്ടുള്ളൊരു വിഷയമാണ്. എന്താണ്, സോണിയാഗാന്ധിയെ പോലൊരാൾക്ക് അല്ലെങ്കിൽ ആളെ നമുക്ക് ആക്സസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പോൾ സോണിയാഗാന്ധിക്ക് ആര് അപ്പോയിൻമെൻ്റ് എടുത്ത് കൊടുത്തു? സോണിയാഗാന്ധിയെ കാണാനുള്ള ഡേറ്റ് ആര് നിശ്ചയിച്ചു? സോണിയാഗാന്ധി ഇത് കൊടുക്കാനുള്ള കാര്യം എന്ത്? അല്ലെ വഴി കൂടെ പോകുന്നവർക്കെല്ലാം പോയി സോണിയാഗാന്ധിയെ കാണാൻ കഴിയുമോ? ചുമ്മാ അത് ഇന്ന് ഞാൻ സോണിയാജിയെ ഒന്ന് കണ്ടേക്കാം എന്ന് പറഞ്ഞ് നമ്മൾ 10 ജൻപത്തിൽ കൂടെ പോകുമ്പോൾ എന്നാൽ ഞാനൊന്ന് കയറിയേക്കാം എന്ന് പറഞ്ഞ് കാണാൻ പറ്റുന്ന രീതിയിലാണോ സോണിയാഗാന്ധി ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്? സോണിയാഗാന്ധി അങ്ങനെ കോൺഗ്രസ്സുകാർക്ക് കാണാൻ പറ്റുമെങ്കിൽ നമുക്കും അങ്ങനെ ഒന്ന് കാണിച്ചു തരുമോ? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. വളരെ കൃത്യമാണ്, അവർ അപ്പോയിൻമെൻ്റ് എടുക്കാതെ ഒരാളെയും, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവാണ് സോണിയാഗാന്ധി. ഈ പറയുന്ന പീരീഡുകളിൽ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളാണ്. ആ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളെ നിർബന്ധമായി അപ്പോയിൻമെൻ്റ് എടുക്കാതെ ഒരു കാരണവശാലും കയറ്റത്തില്ല. അങ്ങനാണെങ്കിൽ ആരാണ് ഈ അപ്പോയിൻമെൻ്റ് എടുത്തത്? അടൂർ പ്രകാശ് അല്ലെങ്കിൽ വേണ്ടെന്നേ. അപ്പോൾ സോണിയാഗാന്ധി പറയണോ ആരാന്ന്? നിങ്ങൾ എന്തിന് ഇയാളെ കണ്ടു? നോക്കൂ, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഇയാളങ്ങ് കള്ളനാകുകയാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഇയാൾ കള്ളത്തരം ഉണ്ടായിരുന്ന ആളാണെന്ന് ചോദിച്ചാൽ കള്ളത്തരം ഉണ്ടായിരുന്ന ആളായിരിക്കാം, ഉറപ്പായിട്ടും ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇയാളും ഈ പറയുന്ന കോൺഗ്രസ്സുകാരുമായിട്ട് എന്താ ബന്ധം? ഇങ്ങനൊരു കള്ളനായിരിക്കുന്നയാളുടെ ആൻറ്റിസിഡൻസ് ഒന്നും അറിയാത്ത ഒരാളെ നിങ്ങൾ എന്തിന് കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവിനെ കൊണ്ട് കാണിക്കുന്നു? ശബരിമല ഇന്നലെ കോൺഗ്രസിൻ്റെ തന്നെ ഒരു വക്താവ് പറഞ്ഞത് അവർക്ക് ആരോഗ്യം ഒക്കെ മോശമൊക്കെ ആയതുകൊണ്ട് എന്നാൽ ശബരിമലയിലെ ഒരു പോറ്റിയെ കൊണ്ടുവന്ന് കയറ്റിയേക്കാം എന്ന് അവർ കരുതി എന്നുള്ളതാണ്. അത് കൊണ്ടൊന്ന് ഈ തകിടൊക്കെ കെട്ടിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ മാറുമെന്നുള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു എന്നാണ്. എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഈ കേൾക്കുന്ന മനുഷ്യർക്ക് പറയുന്ന ഇവർ മണ്ടത്തരമാണെങ്കിൽ നമ്മൾ മണ്ടന്മാരല്ലല്ലോ അല്ലേ? അപ്പം ഇത് വളരെ വ്യക്തമാണ്. കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് നോക്കൂ, നമ്മൾ പറയുന്നത് വിടൂ, നമുക്ക് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. കേരളത്തിൽ ഒരുമാതിരിപ്പെട്ടവർ പ്രതികരിച്ചവരെല്ലാം രാഷ്ട്രീയ നിരീക്ഷകർ, പലരും നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകർ, ഇപ്പം കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നവരൊന്നുമല്ല. പലപ്പോഴും ചാനൽ ചർച്ച ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് പഴയ കോൺഗ്രസ്സുകാരൻ പുതിയ കുപ്പായ വിട്ട് നിരീക്ഷകൻ എന്ന് പറഞ്ഞിരിക്കുന്നതായിരിക്കും ചെയ്യുക. അത് സംഭവിക്കുന്നത്. അതുപോട്ടെ, അങ്ങനെയുള്ളവരല്ലാത്തവർ സാധാരണ ഇച്ചിരി വെളിവും വെള്ളിയാഴ്ച ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിന് കോൺഗ്രസ് മറുപടി പറയണം. കോൺഗ്രസിന് എന്താ അതിന് മറുപടി പറയാൻ പറ്റാതെ? എന്നെ കേൾക്കുന്ന ജനങ്ങൾ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി പോട്ടെ, അദ്ദേഹത്തിൻ്റെ വാദോച്ചത്തിൽ വെച്ച് എങ്ങനെയൊക്കെ രക്ഷപ്പെടാനായിരിക്കും നോക്കുന്നത്. നമ്മളൊരൊറ്റ ചോദ്യമാണ്, ഞാൻ ചോദിക്കുന്ന ചോദ്യം ന്യായമല്ലേ? നിങ്ങൾക്ക് എന്നെ കേൾക്കുന്ന ജനങ്ങൾ ആലോചിച്ചാൽ മതി, കോൺഗ്രസിൻ്റെ AICC പ്രസിഡൻ്റായിരുന്ന സോണിയാഗാന്ധിയെ മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയായ സോണിയാഗാന്ധിയെ, എന്നുവെച്ചാൽ മുൻ പ്രധാനമന്ത്രി പല 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 കണക്ഷനിലുള്ള ഒരാളാണ്, അവരെ ചുമ്മാ ഒരാൾക്ക് പോയി കാണാൻ കഴിയുമോ? അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയണ്ടേ? അതാണ് ആദ്യത്തെ ഭാഗം. അപ്പം അതിന് മറുപടി വരാത്തിടത്തോളം കാലം നമ്മളിത് ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ചുമ്മാതെ അല്ല, അങ്ങനല്ല, ചുമ്മാതെ പോയതാണ്. നിങ്ങൾ കടകംപള്ളിയുടെ കൂട്ടത്തിൽ ഫോട്ടോ ഉണ്ട്. ഇപ്പോൾ അസിത എടുത്ത് ഇന്ന് ഫോൺ ചെയ്യുക കടകംപള്ളിയെ, അല്ല ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഫോൺ ചെയ്യുക, എനിക്ക് കടകംപള്ളി ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞാൽ വാ എവിടാ എന്ന് പറയാൻ പറ്റും അല്ലേ? മുഖ്യമന്ത്രി ചിലപ്പോൾ അങ്ങനെ കാണാൻ പറ്റണമെന്നില്ല. കടകംപള്ളിയെ കാണുന്നത് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതൊരു കേരളത്തിലെ ഏതൊരു രാഷ്ട്രീയക്കാരനെ, ഏതൊരു മന്ത്രിയെയും, ഇപ്പോൾ എനിക്കിപ്പം പ്രതിപക്ഷ നേതാവ് V.D. സതീശനെ ഒന്ന് കാണണം, ഈ ലൊക്കാലിറ്റിയിലുള്ളവരാണെങ്കിൽ അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ചാൽ സാറേ എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അനുമതി നിഷേധിക്കുമെന്നാണോ വിചാരിക്കുന്നത്? എനിക്ക് അങ്ങനെ ഒരു ധാരണയില്ല. അദ്ദേഹം അനുവദിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഇന്നൊരു സെൽഫി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഞാനൊരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ ഞാനിപ്പോഴും പറയാം, നോക്കൂ,
സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധി ഇതിനകത്തും സ്വർണ്ണം അടിച്ചതിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി നമ്മൾ പറഞ്ഞിട്ടില്ല. എനിക്കങ്ങനെ ഒരു വാദമില്ല. പക്ഷെ വാദം ഉള്ളത് എന്താണെന്നറിയോ, ഈ സ്വർണം കട്ട ഒരു വ്യക്തി, കട്ടു എന്ന് വിചാരിക്കുന്ന വ്യക്തി, അതായിരിക്കും ശരി. അങ്ങനെ വിചാരിക്കുന്ന വ്യക്തി, കാര്യം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഒരാൾ ഈ സോണിയാഗാന്ധിയുടെ അടുക്ക ചെല്ലാൻ എങ്ങനെ പറ്റി? അതിന് മറുപടി കോൺഗ്രസ് പറഞ്ഞേ മതിയാവും. ഇത് പറയാത്തിടത്തോളം കാലം നമ്മളിത് ചോദിച്ചുകൊണ്ടിരിക്കും. അതാണൊന്ന്. പിന്നെ ഇവിടെ വന്ന എനിക്ക് അതിനകത്ത് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, സംസ്ഥാനത്തിന് പുറത്തു പോയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തിന് പുറത്ത് ഇപ്പോൾ ബെല്ലാരി ഗ്രൂപ്പൊക്കെ എങ്ങനെ CPM-ഉമായിട്ട് ബന്ധം വരുമെന്ന് എനിക്കറിയില്ല. അത് ബന്ധം വരാൻ സാധ്യതയുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് നമുക്കറിയാം. ഞാൻ അതിനകത്ത് ചേർത്ത് വായിക്കുന്നൊരു കാര്യം, ചേർത്ത് വായിക്കുകയാണ്, ഞാൻ അങ്ങനെ ആരോപണം ഉന്നയിക്കുകയോ ഒന്നും ചെയ്യുകയല്ല. ബെല്ലാരി ആൾക്കാർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ബെല്ലാരിയിൽ പണ്ട് സോണിയാഗാന്ധി മത്സരിച്ചൊരു മണ്ഡലമാണ്, അറിയോ? അസിത ഓർക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. ബെല്ലാരി അവരുടെ മണ്ഡലമായിരുന്നു. പിൽക്കാലത്ത് സുഷമ സ്വരാജ് അവിടെ നിന്ന് 52,000 വോട്ടിനാണ്, വെറും 52,000 വോട്ടിനാണ് സുഷമ സ്വരാജിനോട് അവർ സോണിയാഗാന്ധി ജയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആണ് പിന്നെ അവർ അമേഠിയും റായ്ബറേലിയും ചൂസ് ചെയ്യുന്നത്. കർണാടകത്തിൽ നിന്നാൽ ജയിക്കുമോ എന്ന സംശയം വന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ ബെല്ലാരിയുമായിട്ട് സോണിയാഗാന്ധിക്ക് കണക്ഷനുണ്ട്. ഞാൻ അതുകൊണ്ട് ഈ പറയുന്ന എല്ലാ ആരോപണങ്ങളും അവരിൽ കൊണ്ടുവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ഒരു കണക്ഷനിലായിരിക്കാം ഈ പറയുന്ന ഈ ഒഫൻസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെടുത്തു കൊടുത്ത അപ്പോയിൻമെൻ്റ് ആയിരിക്കും. പോറ്റിയെ അവർ കൊണ്ടുപോയതായിരിക്കും. പക്ഷെ പറയണം ജനങ്ങളുടെ അടുക്കൽ, സോണിയാഗാന്ധിക്ക് ബെല്ലാരി കണക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞുപോയി ചുമ്മാതെ ഇപ്പോൾ പറഞ്ഞല്ലേ, ബാക്കിയുള്ളവർ അറസ്റ്റ് ചെയ്ത് കുറ്റവാളികളാണെങ്കിൽ ഈ പറയുന്ന ട്രയൽ നടത്താതെ നിങ്ങൾ ചുമ്മാതെ ഒരു കാര്യം നടക്കത്തില്ല. ഇപ്പം നോക്കൂ, ആൾക്കാർ വിചാരിക്കുന്ന ഒരു കാര്യം, ഒരു തെറ്റിദ്ധാരണ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമാണ്, ട്രയൽ അല്ല. ട്രയൽ നടക്കേണ്ട സെഷൻസിലാണ്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ താഴെ വന്ന് എവിഡൻസ് എടുത്ത് മുന്നോട്ട് നീങ്ങുക തന്നെയാണ് വേണ്ടത്. ഒരാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിൽ അയാൾ കുറ്റക്കാരനാകുന്നില്ല. അതാദ്യം മനസ്സിലാക്കൂ. നമ്മുടെ മുന്നിലുള്ള ഏറ്റവും ഉദാഹരണമായിരുന്നു, നമുക്കൊക്കെ ഇഷ്ടപ്പെടാത്ത കേസാണെങ്കിൽ ദിലീപ് നമുക്ക് വെയിറ്റ് ചെയ്യൂ, 87 ദിവസം 88 ദിവസം ജയിലിൽ കിടന്നു. അയാൾ അവസാനം വെറുതെ പോയി. കാര്യം എന്താ? അറസ്റ്റ് ചെയ്യുമ്പം ഇയാൾ പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, ഇയാൾ ഈ കോൺസ്പിറസിയുടെ ഭാഗവും ഇയാൾ ഈ തെഫ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ്റ്റോർഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒഫൻസസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇയാൾ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇയാൾക്ക് ജാമ്യം കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അന്വേഷണം ആയിട്ടില്ല. അപ്പോൾ ഇയാൾ പുറത്തു നിന്നാൽ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അയാൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തതെന്ന് വിചാരിക്കേണ്ട, ജാമ്യം കിട്ടിയില്ല. അതുകൊണ്ട് ഇയാൾ, കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്, ഉന്നത വ്യക്തിയാണോ? ഉന്നത വ്യക്തിയാണ്. അപ്പോൾ ഉന്നത വ്യക്തിയാകുമ്പോൾ ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറയുവാണ്. കാര്യം എന്താ? ഇയാൾ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കോടതി ജാമ്യം കൊടുക്കാത്തത്. അതല്ലാതെ ഇയാൾ 100% ചെയ്തു എന്ന് ഉറപ്പിച്ചല്ല ഹൈക്കോടതി ചെയ്യുന്നത്. ഹൈക്കോടതി അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഹൈക്കോടതിക്ക്. കാര്യം ട്രയൽ നടത്തി എവിഡൻസ് എടുത്ത് കാര്യങ്ങൾ തീരുമാനിക്കാതെ, അവിടെ സ്വർണ്ണം ഉണ്ടായിരുന്നോ, എത്ര പോയി, ഏത് കാലത്താണ് പോയത്, ഇതിനൊക്കെ അൺക്വസ്റ്റ്യനബിളി ബിയോണ്ട് റീസണബിൾ ഡൗട്ട് നിങ്ങൾ പ്രൂവ് ചെയ്യാത്തടത്തോളം കാലം ഒരാളെ ശിക്ഷിക്കാനൊന്നും പറ്റില്ല ഈ നാട്ടിൽ. അതാണ് ഈ നാട്ടിലെ നിയമം. ഞാൻ നിർത്തി. ഓക്കെ. ബേസിൽ എന്തായാലും ബേസിൽ പറഞ്ഞു തുടങ്ങിയത് ഈ ഫോട്ടോയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. അതിലേക്ക് തന്നെ മടങ്ങിയെത്താം. മറ്റ് അംഗങ്ങളും മറ്റ് പാനലിസ്റ്റുകളും ആ വിഷയം തന്നെ അടിവരയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. ബേസിൽ നോക്കൂ, ഇപ്പോഴും ആദ്യഘട്ടത്തിൽ ബേസിൽ പറഞ്ഞതുപോലെ പിണറായി വിജയനൊപ്പം നിൽക്കുന്ന ഫോട്ടോകളുണ്ടല്ലോ, ഉണ്ട്, ഒരുപാട് പേർ നിൽക്കുന്നുണ്ട്. VD സതീശനൊപ്പം നിൽക്കുന്നതുമുണ്ടല്ലോ. അതിലൊന്നും ഒരു പുതുമയില്ല ബേസിൽ. അതൊരു തർക്കത്തിന്റെ എലമെന്റ് പോലുമല്ല. അതുപോലെ തന്നെ ഒരാൾക്ക് വളരെ വേഗത്തിൽ ആക്സസ് നേടി കയ്യിൽ ഒരു ചരട് കെട്ടിക്കൊടുക്കാനും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും സ്വകാര്യ വസതിയിൽ സന്ദർശനം നടത്താനും ഒക്കെ കഴിയുന്ന ആളാണോ സോണിയാഗാന്ധി എന്നുള്ളതാണ് പ്രശ്നം. ബേസിൽ സംഘടനാ പ്രവർത്തനമൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ടുണ്ടാകുമല്ലോ, അല്ലേ? കാണാൻ സാധിച്ചിട്ടുണ്ടോ ഇതുവരെ സോണിയാഗാന്ധിയെ ഇങ്ങനെ? അത് അശ്വിത, ആദ്യമേ ഇനിയിപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു തുടങ്ങിയാലും അശ്വിത ഇടപെടും. ഇത്രയും നേരം ഈ പറയുന്ന അഡ്വക്കേറ്റ് N. ലാൽകുമാറും അതോടൊപ്പം തന്നെ PK ഗോപനും സംസാരിച്ചപ്പോൾ അശ്വിത ഒരു ഞാൻ ചോദിച്ച വിഷയം അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ഇനി ബേസിൽ പറയൂ. എന്റെ ചോദ്യത്തിൽ അടൂർ പ്രകാശും ഞാൻ പറയട്ടെ ഇപ്പോ ഇത്ര നേരം ഞാൻ ഈ ചർച്ചയിൽ ലൈവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ കാണുകയുണ്ടായി, ഈ പറയുന്ന അടൂർ പ്രകാശും പോറ്റിയും ഒക്കെ നിൽക്കുന്ന ഫോട്ടോ കാണുകയുണ്ടായി. അപ്പൊ അതോടൊപ്പം തന്നെ ഈ പിണറായി വിജയനും പോറ്റിയും ഒക്കെ കൂടി നിൽക്കുന്ന ഫോട്ടോ കൂടെ ഇതിന്റെ ഇടയ്ക്കൊന്ന് സ്ക്രോൾ ചെയ്ത് വിടുക, നന്നായിരിക്കും, ആളുകൾ അതും കാണട്ടെ. അപ്പൊ ഈ പറയുന്ന അശ്വിതയുടെ കയ്യിൽ അങ്ങനെ ഫോട്ടോ ഇല്ലെങ്കിൽ ഈ പറയുന്ന പിണറായി വിജയനും പോറ്റിയും ഉൾപ്പെടെ നിൽക്കുന്ന ഇതുപോലെയുള്ള ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരൊക്കെ നിൽക്കുന്ന ഇതുപോലെ കടകംപള്ളി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പറയുന്ന ഫോട്ടോ ഞാൻ അയച്ചു തരാം. അല്ല അതിന്റെ ഞാൻ പറയട്ടെ. അല്ല ഞാൻ പറഞ്ഞു, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഞാനൊന്ന് പറയട്ടെ.
എനിക്ക് പറഞ്ഞല്ലോ, ലെറ്റ് മീ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ അങ്ങനെ ഫോട്ടോയുടെ ഡെഫിഷ്യൻസി അവിടെ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ കൃത്യമായി ഞാൻ അയച്ചു തരാം കൈരളി ചാനലിന്. കൃത്യമായി എന്റെ ഫോട്ടോസ് ഉണ്ട്, ഞാൻ ഒന്നുകൂടെ കാണിക്കാം. പോറ്റിയും പിണറായി വിജയൻ നിൽക്കുന്നതും കടകംപള്ളിയും ഈ സ്വപ്ന സുരേഷും പോറ്റിയും ഒക്കെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഞാൻ അയച്ചു തരാം. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഫോട്ടോ എന്നോട് ചോദിച്ചാൽ ഞാൻ അയച്ചു തരാം. പിന്നെ ഒരു കാര്യം പറയാം, ഈ പറയുന്ന 2019 നിങ്ങൾ പറയുന്നു, ഇപ്പോ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയപ്പോൾ എനിക്ക് തോന്നുന്നുണ്ടായി ഇനിയിപ്പോ കോൺഗ്രസ്സുകാരെ ചെയ്തെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടാക്കി. 2019 നടന്ന കൊള്ളയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒത്താശ ചെയ്യാതെ അങ്ങനെ ഒരു വലിയ കൊള്ള നടക്കില്ല. നിങ്ങളുടെ MLA അല്ലേ ഇന്ന് അറസ്റ്റിലായി അകത്ത് കിടക്കുന്നത്? ആരാ ഇന്ന് അകത്ത് കിടക്കുന്നത്? നിങ്ങളുടെ MLA. അതായത് CPM-ന്റെ രണ്ടുപേരും, ഈ പറയുന്ന ഇടത് നിരീക്ഷകനും CPM-ന്റെ പ്രതിനിധിയും ഒക്കെ അവിടെ നിന്ന് പറയുണ്ടായി. ഇന്ന് CPM-ന്റെ MLA അകത്ത് കിടക്കുന്നത്. ഈ CPM വളരെ, അതായത് അവര് പരിപോഷിപ്പിച്ച് കൊണ്ടുവന്ന അവരുടെ ജില്ലാ കമ്മിറ്റി അംഗം, ഈ പറയുന്ന അതിനിടയ്ക്ക് ഈ ഗോപൻ ഒരു വാക്ക് പറയണ്ടേ, വാസു സാർ, കള്ളൻ വാസുവിനെ കള്ളൻ എന്ന് തന്നെ വിളിക്കണം. ആ കള്ളൻ വാസുവിനെ വാസു സാറെന്ന്, എന്ത് സാറെന്ന്? കള്ളൻ വാസുവിനെ വിളിക്കുക. വാസു സാറ് മറ്റത് മറിച്ചത് എന്ത്? കള്ളൻ വാസു, അകത്തായിരിക്കുന്ന കള്ളൻ വാസു. കടകംപള്ളിയെ ചോദ്യം ചെയ്തതിനുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശ് ചോദ്യമുനയിൽ, നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയോ? ഈ പറയുന്ന അസിതേനെ വിളിച്ച് SIT പറഞ്ഞോ ചോദ്യമുനയിൽ? ഇന്ന് കൈരളി ചാനല്, ഞാൻ പറയും കൈരളി ചാനൽ പുറത്തുവിട്ട ചോദ്യമുനയിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമെന്ന് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? നിങ്ങൾ പറഞ്ഞല്ലോ കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്ന ബേസിലിന് എവിടെ നിന്ന് ഇൻഫർമേഷൻ? അതുപോലെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തോ? അടൂർ ചോദ്യം ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് SIT ചോദ്യം അകത്തായി കിടക്കുക 2 ദിവസം കൊണ്ട് പ്രസിഡന്റുമാർ അത് മറച്ചു വെച്ചുകൊണ്ട് ഒരു ഫോട്ടോയുടെ പേരിൽ, ആ ഫോട്ടോയുടെ പേരിലെങ്കിൽ ഒന്നിന് പകരം 100 ഫോട്ടോ അയച്ചു തരാൻ ഞാൻ തയ്യാറാ. കൈരളി ചാനലിലേക്ക് 100 ഫോട്ടോ അയച്ചു തരാൻ ഞങ്ങൾ തയ്യാറാ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം നടത്തിയ ശബരിമല പോലത്തെ, ഞാൻ ആദ്യം പറഞ്ഞ വാക്കിലേക്ക് ഞാൻ ഒന്നോരം പോവുകയാണ്, വൺ ഓഫ് ദ പിൽഗ്രിം സെന്റർ എന്ന് പറയുമ്പോൾ ഈ ശബരിമല എന്ന് പറയുന്ന വിശ്വാസികൾ എല്ലാവരും വരുന്ന ഈ ശബരിമലയിലെ വലിയ സ്വർണ്ണക്കൊള്ളയെ അതിനെ മൂടി വെക്കുവാൻ വേണ്ടിയിട്ട് കേവലം ഒരു ഫോട്ടോയുടെ പേരിൽ, ഞാൻ പറഞ്ഞു സ്വപ്ന സുരേഷ് ഉൾപ്പെടെ പിണറായി വിജയനെ ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞോ? പോറ്റിയുടെ ഒപ്പം ഈ പറയുന്ന പിണറായി വിജയന്റെ ഫോട്ടോ നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഒരുപാട് സ്ഥലത്ത് വന്നു. ഞങ്ങൾ ആരെങ്കിലും കുറ്റം പറഞ്ഞോ? ഞങ്ങൾ ആരെങ്കിലും പിണറായി വിജയൻ? അപ്പോൾ ഞാനൊരു കാര്യം പറയാം, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വിക്കറ്റുകളൊക്കെ തെറിക്കുക, പത്മകുമാർ ഉൾപ്പെടെ വാസു ഉൾപ്പെടെ എല്ലാവരുടെയും വിക്കറ്റുകൾ തെറിച്ച് ലാസ്റ്റ് ആ വിക്കറ്റിൽ എത്തുമ്പോ ഇന്ന് കേരള സ്റ്റേറ്റ് 1 എന്ന് പറയുന്ന വണ്ടിയിൽ പോകുന്ന ഏമാനിയായിരിക്കും ആദ്യം ചോദ്യം ചെയ്യേണ്ടത്. അടുത്തതായി അകത്താകാൻ പോകുന്ന വിക്കറ്റുകൾ തെറിച്ച് ലാസ്റ്റത്തെ വിക്കറ്റായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി തെറിക്കാതിരിക്കാൻ ഈ ഇരിക്കുന്ന ഇടത് നിരീക്ഷകനും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയും ശ്രദ്ധിച്ചു. ആദ്യം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു എന്ന് കരുതുന്നു. ബേസിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ബേസിൽ റെക്കോർഡ് ചെയ്ത് വന്ന കാര്യങ്ങളാണ്. എന്തായാലും എന്റെ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ബേസിൽ ഇപ്പോൾ ബേസിൽ പറഞ്ഞ കുറെ ആളുകളുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം. ഈ ആളുകളെ ചെയ്യാൻ കഴിയുന്നത് പോലെ ബേസിൽ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തള്ളിക്കളയാനുണ്ടോ? എന്തിനാണ് ബേസിൽ ഇങ്ങനെ അസ്വസ്ഥനാകുന്നത്? ഞാനൊന്നും തള്ളിക്കളഞ്ഞില്ലല്ലോ. ഞാൻ ബേസിൽ പറഞ്ഞതൊക്കെ മിണ്ടാതെ കേൾക്കുന്നില്ല. ഞാൻ ഇടപെട്ടില്ലല്ലോ ബേസിൽ പറഞ്ഞില്ലല്ലോ. എന്റെ ചോദ്യം ഇനിയെങ്കിലും വരൂ ബേസിൽ. നമ്മളൊരു ചർച്ച ഒരു വിഷയത്തെ ഫോക്കസ് ചെയ്താണല്ലോ ബേസിൽ ഒരു ചർച്ച നടത്തുന്നത്. ഇനി ബേസിൽ ഉച്ചത്തിൽ സംസാരിക്കാനാണെങ്കിൽ അതിലേറെ ഉച്ചത്തിൽ സംസാരിക്കാൻ എനിക്കും അറിയാം. പക്ഷെ അതല്ലല്ലോ ഒരു ചർച്ചയുടെ കോർ എന്ന് പറയുന്നത്, അതല്ല. ഇപ്പോഴും ബേസിൽ ചോദ്യത്തിലേക്ക് വന്നില്ല. ബേസിൽ ഇപ്പോൾ പറഞ്ഞില്ലേ പിണറായി വിജയൻ, കടകംപള്ളി സുരേന്ദ്രൻ, ഒരുപാട് പേരുകൾ ബേസിൽ പറഞ്ഞു. ആ ആളുകളെ പോലെ വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയുന്ന, കയ്യിൽ ഒരു ചരട് കെട്ടിക്കൊടുക്കാൻ കഴിയുന്ന ആളാണോ സോണിയാഗാന്ധി? അതിന് മാത്രം മറുപടി പറയൂ ബേസിൽ. ഓക്കെ, ഞാൻ അതിന് കൃത്യമായ മറുപടി തരാം. അതായത് എൻ്റെ അപ്പുറം ഇരിക്കുന്ന, അതായത് ഡിബേറ്റിൽ പങ്കെടുക്കുന്ന ഒരു പ്രതിനിധി ചോദിക്കുകയുണ്ടായി, അല്ലെങ്കിൽ അശ്വത ചോദിക്കുകയുണ്ടായി, സോണിയാഗാന്ധിയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ ഡൽഹിയിൽ ചെല്ലുമ്പോൾ അവിടെ ചെന്ന് സ്വാഭാവികമായും സോണിയാഗാന്ധിയെ കാണണം, അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് അത്ര വലിയ പ്രയാസകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. 1. 2, ഒരു കുട്ടി ജനിച്ചു വീഴുന്നു, അല്ലെങ്കിൽ ഒരാൾ ജനിച്ചു വീഴുമ്പോൾ അയാൾക്ക് എന്ത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അയാൾക്ക് എന്ത് ബാക്ക്ഗ്രൗണ്ട് ഒന്നും അന്നേരം വരുന്നില്ല. ഒരു സാധാരണക്കാരൻ വരുന്നു, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡൽഹിയിൽ ചെന്നാൽ അപ്പോയിന്റ്മെന്റിന് അപേക്ഷിച്ച്, ഞാൻ പറഞ്ഞു തീരട്ടെ, അപ്പോയിന്റ്മെന്റിന് അപേക്ഷിച്ചാൽ അപ്പോയിന്റ്മെന്റ് കിട്ടും, കണ്ടു. അല്ലാതെ പോറ്റിയുമായി സോണിയാഗാന്ധിക്ക് എന്തെങ്കിലും എന്നുണ്ടോ? അവിടെ നിന്നൊരു പ്രതിനിധി പറയണ്ടായി ഇത് കോൺഗ്രസിന്റെ വലിയ നേതാവിലേക്ക് എത്തുമെന്ന്. കടകംപള്ളി ഒരു മന്ത്രിയെ വരെ ചോദ്യം ചെയ്തില്ലേ? ഏത് നേതാവിലേക്ക് എത്തുന്നത്? ഞങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ, ഏത് നേതാവിലേക്ക് എത്തുന്നേ? ഒരു ഫോട്ടോ എടുത്തതിന്റെ പേരിൽ നാണമുണ്ടോ?
ഒരു ഫോട്ടോ എടുത്തതിന് ഞാൻ പറഞ്ഞില്ലേ, അതിന് 100 കണക്കിന് 1000 കണക്കിന് ഫോട്ടോ അയച്ചു തരാൻ ഞാൻ തയ്യാറാ. കൈരളി ചാനലിൽ അതിന് ഡെഫിഷ്യൻസി എന്നോട് പറയാം, ഞാൻ അയച്ചു തരാം ഫോട്ടോസൊക്കെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഫോട്ടോയുടെ പേരിൽ ഈ 2019 നടന്ന സ്വർണ്ണ കവർച്ച CPM-ന്റെ അനുമതിയോടുകൂടി, CPM-ന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള CPM-ന്റെ അനുമതിയോടുകൂടി ഒരു കോക്കസായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ഇത്രയും വലിയ കെടുകാര്യസ്ഥതപരമായിട്ടുള്ള ഇത്രയും വലിയ അഴിമതി നടത്തിയിട്ട് ഇത്രയും വലിയ ഒരു ആരാധനാലയത്തെ പോലും വിറ്റു തുലക്കുന്ന രീതിയിലുള്ള ഇത്രയും വലിയ അഴിമതി നടത്തിയിട്ട് ഒരു ഫോട്ടോയുടെ പേരിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു. എന്ത് വാർത്ത! ശരി 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 ബേസിൽ, എന്തായാലും ഒരു സിനിമയുണ്ട്, കിങ് ലെയർ എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയുടെ പേര് പറയുന്ന പോലെ തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം. ആ കഥാപാത്രം ഒരുപാട് ആളുകളുമായുള്ള ഫോട്ടോ ഇങ്ങനെ ഫോട്ടോഷോപ്പ് വഴി നിർമ്മിച്ച് അദ്ദേഹം പ്രണയിക്കാൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയെ വിശ്വസിപ്പിക്കുക. അതാണ് കഥാപാത്രം, നായക കഥാപാത്രത്തിന്റെ റോൾ. അതിൽ അങ്ങനെ ഒരു സുഹൃത്തിനെ കൊണ്ട് ഇങ്ങനെ ഫോട്ടോകൾ നിർമ്മിച്ച് അവസാനം ആ പെൺകുട്ടിയെ കാണിക്കുന്നത് മഹാത്മാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ഒരു ചിത്രമാണ്. ഇപ്പോൾ ബേസിൽ പറഞ്ഞു ആ നിലയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. എന്തായാലും ശ്രീ PK ഗോപൻ, അപ്പോൾ ഒരു ഫോട്ടോ കാണിച്ചാണ് നിങ്ങൾ ഇങ്ങനെ സോണിയാഗാന്ധിയൊക്കെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ PK ഗോപൻ, സോണിയാഗാന്ധി വളരെ എളുപ്പത്തിൽ ആക്സസ് നേടാൻ കഴിയുന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. ആ ഫോട്ടോയുടെ പേരിൽ നിങ്ങൾ എന്തിനാണ് സോണിയാഗാന്ധി ഇരുട്ടിൽ നിർത്തുന്നത്? ഇനി നിങ്ങൾ മറുപടി പറയേണ്ടത് എന്തിനാണ്? കടകംപള്ളിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നുണ്ടല്ലോ, ആ ഫോട്ടോയ്ക്ക് നിങ്ങൾ മറുപടി പറയൂ. പിണറായി വിജയനൊപ്പം നിൽക്കുന്നുണ്ടല്ലോ, ആ ഫോട്ടോയ്ക്ക് നിങ്ങൾ മറുപടി പറയൂ. അപ്പോൾ അതൊന്നും ഈ 2 ഫോട്ടോകൾ തമ്മിൽ എന്ത് വ്യത്യാസമാണെന്ന് എന്താണ് ബേസിൽ പറയാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശ്രീ PK ഗോപൻ, അല്ല, ഇവർക്ക് ഇപ്പൊ ആകെയുള്ള ഒരു പിടിവള്ളി, അല്ലെങ്കിൽ പിടിവള്ളി എന്ന് പറയാൻ പറ്റില്ല, ഇവരുടെ ഒരു ഡിഫൻസ് എവിടെ കിടക്കുന്നത്, ഈ ഫോട്ടോയെ ബന്ധപ്പെടുത്തി ആദ്യം ഇഷ്യൂ ഉയർത്തിക്കൊണ്ടുവന്നവരാണ് ഇവർ. അവസാനം ഫോട്ടോ ബ്യൂമറാങ്ങായി മാറിക്കഴിഞ്ഞപ്പോൾ ഫോട്ടോ ഒരു ഗൗരവമുള്ള വിഷയമായിട്ട് അവർ കാണുന്നില്ല. എനിക്ക് ഇതിനൊക്കെ ഇടയ്ക്കുള്ളൊരു ആനുഷംഗികമായി പറയാനുള്ളത്, ഈ VD സതീശൻ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട ശ്രീ VD സതീശൻ ഇപ്പോ എനിക്കൊപ്പം ചിലപ്പോ ഇങ്ങനെയുള്ള ഒരു കണ്ടേക്കാന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. VD സതീശൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫോട്ടോയും പുറത്തു വരാനുള്ള സാധ്യത. അത് ശ്രീ PK ഗോപൻ, എനിക്കത് കൃത്യമായി ഓർമ്മയില്ല. അതായത് സമാനമായ ഏതോ ഒരു കേസിൽ VD സതീശനോടൊപ്പം ഇങ്ങനെ ഒരു പ്രതി നിൽക്കുന്ന ഒരു ഫോട്ടോ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. അതുവരെ ആ ഘട്ടം വരെ ഏത് ഫോട്ടോ കണ്ടാലും ചാടിക്കേറി പ്രതികരിക്കുന്ന VD സതീശൻ ആ ഫോട്ടോ പുറത്തു വന്ന ഘട്ടത്തിലാണ് ആ വിഷയത്തിലെ നിലപാട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തത്. അത് ഏതാണെന്ന് എനിക്ക് ഇപ്പോൾ കൃത്യമായി ഓർമ്മയില്ല. അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. എന്തായാലും എന്നെ കണ്ട കിണ്ണം കെട്ടവനെന്ന് തോന്നുവോ എന്ന് പല സ്റ്റേറ്റ്മെന്റും ഇപ്പൊ ശ്രീ VD സതീശൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരിത് ആവർത്തിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം, കേവലമായ ഫോട്ടോ സോണിയാഗാന്ധിയായിട്ട് എടുത്താൽ നമുക്ക് തർക്കമില്ല. തിരുവനന്തപുരം നാഷണൽ എയർപോർട്ടിൽ വെച്ച്, ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ചിട്ട് സോണിയാഗാന്ധിയായിട്ട് പടം എടുത്താൽ നമ്മൾ അവരെ കൂട്ടിക്കെട്ടുവോ? ഒരു പബ്ലിക് ഫംഗ്ഷന് വെച്ച് സോണിയാഗാന്ധിയായിട്ട് പടം എടുത്താൽ നമ്മൾ കൂട്ടിക്കെട്ടുവോ? ഇത് വ്യത്യസ്തമാണെന്ന് ഇവർ എങ്ങനെ ഇവരെ മനസ്സിലാക്കിക്കുന്നത്? ഇവർക്ക് മനസ്സിലാകാത്തതല്ല. സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് അവർക്ക് സമ്മാനം കൊടുക്കുക. സമ്മാനം കൊടുക്കണമെങ്കിൽ ഇസർ കാറ്റഗറി സെക്യൂരിറ്റി കടക്കാതെ സമ്മാനം കൊടുക്കാൻ പറ്റുമോ? എന്ത് സമ്മാനമാണെന്നുള്ളത് സെക്യൂരിറ്റിക്കാരെ ബോധ്യപ്പെടുത്താതെ കൊടുക്കാൻ പറ്റുമോ? അപ്പൊ സമ്മാനം കൊണ്ടല്ലേ ചെന്നത്? ഒരു തവണയാണോ ചെന്നത്? പോയി കൊടുത്തതാരാ? ബെല്ലാരിക്കാരനായ ഗോവർദ്ധന. ബെല്ലാരിയായിട്ടുള്ള കണക്ഷൻ ക്ലിയർ ആണല്ലോ. സോണിയാഗാന്ധി അവിടെ MP ആയിരുന്നു. ഇപ്പൊ ബെല്ലാരിക്കാരനായ ഗോവർദ്ധൻ, അതായത് കട്ട മുതല് തൊണ്ടി മുതൽ വാങ്ങിയെടുത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചരട് കൊടുക്കുന്നു. ചരടാണോ എന്തോ ആണെന്നുള്ളത് കോൺഗ്രസ് ഇത് വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കെട്ടിക്കൊടുക്കുന്നുണ്ട് കയ്യിൽ. സോണിയാഗാന്ധിയുടെ കരം ഗ്രഹിച്ച് കെട്ടിക്കൊടുക്കുക, അതുപോലെ ഒരു സമ്മാനം ഗോവർദ്ധൻ കൊടുക്കുക. ഇങ്ങനെയുള്ളൊരു ബന്ധം മുഖ്യമന്ത്രിയായിട്ടോ കടകംപള്ളിയായിട്ടോ ഉണ്ടാവുന്നതിന്റെ ഒരു ചിത്രം ബേസിലാല് 1000 ചിത്രം കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ശ്രീമതി അസിതയ്ക്ക് ഒരുപാട് ചിത്രം അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ? ആ കൂട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു സമ്മാനം കൊടുക്കുന്ന പടം, കടകംപള്ളിക്ക് ഒരു ചരട് കെട്ടിക്കൊടുക്കുന്ന പടം അങ്ങൊന്ന് അയച്ചു തന്നാട്ടെ, എന്നിട്ട് പറഞ്ഞാട്ടെ, ഞങ്ങൾ അത് സമ്മതിച്ചു തരാം. അപ്പൊ അങ്ങനെ ഒരു ബന്ധമല്ല അവരുമായിട്ടുള്ളത്. നിങ്ങളുടെ MLA അല്ലേ, സാക്ഷാൽ നിങ്ങളുടെ മുൻ MLA. അങ്ങനെ ഇറച്ചിയെ പങ്കെടുക്കാൻ പറ്റില്ല. നിങ്ങൾ സംസാരിച്ചപ്പോ ഞങ്ങൾ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇന്നകത്താ. അല്ല, അത് ശരിയല്ലല്ലോ. നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ വേണ്ടിയില്ലല്ലോ. അതിന് വലിയ സമ്മാനം എന്താ വേണ്ടേ? അല്ല, അങ്ങനെ ചർച്ചയെ പങ്കെടുക്കാൻ പറ്റില്ല. അതൊന്നും പറ്റില്ല. അല്ല, അത് നല്ല ശൈലിയല്ല. അത് നല്ല ശൈലിയല്ല. അത് നല്ല ശൈലിയല്ല. നിങ്ങളൊരു 3-4 പേരെ കേരളത്തിൽ ഇങ്ങനെ ചാനൽ ചർച്ചയ്ക്ക് അലമ്പാക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. അത് നടക്കത്തില്ല. അലമ്പാക്കാൻ പറ്റില്ല ചർച്ച. നിങ്ങളൊരു 3-4 പേര് ചർച്ചയ്ക്കകത്ത് അലമ്പ് സൃഷ്ടിക്കുന്നത് അത് പറ്റില്ല. നിങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരുപാട് ചൊറിച്ചിൽ ഞങ്ങൾക്കും ഉണ്ടായതാ. ഞങ്ങൾ ഇടപെട്ടില്ലല്ലോ. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ അസ്വസ്ഥത? നിങ്ങൾക്ക് എന്താ അസഹിഷ്ണുത? പോറ്റിയെ കയറ്റിയെന്നുള്ള പാട്ട് സഖാക്കളാണ് അയ്യപ്പ എന്നുള്ളത് തിരിഞ്ഞു മാറി നിങ്ങൾ എഴുതാൻ പറ. അയാളോട് എഴുതിയ ആളോട് പറ, കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് പറഞ്ഞ് എഴുതി നാളെ പോലെ പാട്.
കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധം നിങ്ങൾ ആരംഭിക്കുന്നത് 2019 ശേഷമാണ്. പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാജിയെ കാണാൻ പോയ അതിനു മുമ്പാണ്. അതുകൊണ്ട് സമ്മാനം കൊടുത്ത കഥയാണുള്ളത്. ഒരു സമ്മാനം കൊടുക്കണമെങ്കിൽ എങ്ങനെയുള്ള ബന്ധമാണ്? ആത്മബന്ധം ഉണ്ടാവണം. ആത്മബന്ധമില്ലാതെ സമ്മാനം കൊടുക്കില്ല. ആ ആത്മബന്ധം എന്താണ് എന്നുള്ളത് നിങ്ങളാ പറയേണ്ടത്. സോണിയാജി ഇവരുടെ കയ്യിൽ നിന്ന് സ്വർണത്തിന്റെ പങ്ക് പറ്റിയെന്ന് ഞങ്ങളാരും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ആത്മബന്ധത്തിന്റെ കഥ എന്താ നിങ്ങൾ വ്യക്തമാക്കണം. ഇനി ഒന്ന്. രണ്ടാമത്, ശബരിമല സ്ത്രീ പ്രശ്നത്തിൽ ആ സമരം സൃഷ്ടിച്ച ഒരാൾ കോൺഗ്രസിന്റെ നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണനാണല്ലോ. ആ പ്രയാർ ഗോപാലകൃഷ്ണനോട് ഉള്ളപ്പോ ആണല്ലോ ഈ ശബരിമല സ്ത്രീ പ്രശ്നത്തിൽ സമരം നടക്കുമ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് പ്രയാർ ഗോപാലകൃഷ്ണനോടൊപ്പം നിന്ന് സമരം നടത്തിയത്? അത് 2019 മുമ്പാണല്ലോ. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് ആരപ്പ? സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള തിരുത്ത് നിങ്ങള്. പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്നുള്ളത് മാറ്റിയിട്ട് സഖാക്കളാണെന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങൾ തിരുത്തി പറ. 2019 മുമ്പ് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ വിളയാടിയിരുന്നത് ആരുടെ കാലത്താന്ന് പറ. അതാണ് നമ്മൾ പറയുന്ന പ്രശ്നം. അല്ലാതെ ഇത്ര പടം വേണമെങ്കിലും കിട്ടും. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, ഈ നിങ്ങള് 3-4 പ്രതികള് ഞാനിപ്പോ പല ചർച്ചയിലും വാസു സാറെന്ന് കള്ളൻ വാസു എന്ന് വിളിക്കാവുന്നതാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ വ്യക്തിപരമായിട്ട് ആളുകളെ ആക്ഷേപിച്ച് ശീലമുള്ള ഒരു പാർട്ടിയാണ്. നിങ്ങൾ കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാവിനെ ശ്രീമതി ശൈലജ നിങ്ങൾ വിളിച്ചത് തയ്യൽ ടീച്ചർ എന്നാണ്. അല്ല, അങ്ങനെ സംസാരിക്കരുത്. അസിത, നിങ്ങൾ ഇടപെടണം. നിങ്ങൾ ഇടപെടണം. ഇങ്ങനെ മര്യാദ കൊടുക്കരുത്. കേൾക്കാൻ സഹിഷ്ണുതയില്ല. ഒരു കാര്യവും കേൾക്കാൻ സഹിഷ്ണുതയില്ല. എന്തും പറയാൻ ആവേശപൂർവ്വം വിളിച്ചു പറയും. മറുപടി പറയുമ്പോൾ കേൾക്കാനുള്ള സഹിഷ്ണുതയില്ല. അപ്പോ കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടീച്ചറെ തയ്യൽ ടീച്ചർ എന്നും തയ്യൽ ടീച്ചറുടെ തുണ്ട് കാണാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായത്. എന്തു മര്യാദയ്ക്ക് ആളുകളെ അഡ്രസ് ചെയ്യുന്നത്? ഞങ്ങളാരും പോട്ടെ, അവരങ്ങ് ആക്ഷേപിച്ചോട്ടെ ആളുകളെ, അത് ജനം വിലയിരുത്തട്ടെ. പക്ഷെ ഞങ്ങള് അങ്ങനെ സംസാരിക്കും. ഞങ്ങൾ മര്യാദയോടുകൂടി സംസാരിക്കാൻ പാടില്ല. ഇങ്ങനൊരു ശൈലി കണ്ടിട്ടുണ്ടോ എവിടെങ്കിലും? എനിക്കിത് ഒരു ചർച്ചയിലല്ല, ഈ ബേസിൽ മാത്രമല്ല, പല കോൺഗ്രസ് പ്രതിനിധികളും വന്നിരുന്നു പറയുന്നത് PK ഗോപൻ ആളുകളെ ആക്ഷേപിച്ചേ സംസാരിക്കാവൂ, അല്ലാതെ മാന്യമായിട്ട് സംസാരിക്കരുത് എന്നെ ഉപദേശിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 80 വയസ്സിൽ കൂടുതലുള്ള ഒരു മനുഷ്യൻ, ജില്ലാ ജഡ്ജിക്ക് തുല്യനായിരുന്ന ഒരാൾ, ഇതുവരെ അദ്ദേഹം ജയിലിൽ കിടന്നു എന്ന കാരണത്താൽ ഞാൻ അദ്ദേഹത്തെ മോശമായിട്ട് സംസാരിക്കണം? അങ്ങനെയാണെങ്കിൽ ഞാൻ സോണിയാജി എന്നാ പലപ്പോഴും വിളിക്കുന്നത്. ഞാൻ അടൂർ പ്രകാശിനോട് മാന്യതരമായി സംസാരിക്കണ്ടേ? ഞാൻ VD സതീശനെ കുറിച്ച് മാന്യതരമായി പറയണ്ടേ? അത് ഞങ്ങളുടെ ഭാഷയും ഞങ്ങളുടെ ശൈലിയല്ല. ഞങ്ങൾ ശീലിച്ചു വന്ന ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഞങ്ങളുടെ നേതാക്കളെ അഭിസംബോധന ചെയ്യുന്നത് പോലെ വേറൊരാളെ പറയാൻ പറ്റൂ? KPCC മീറ്റിംഗ് വിടുന്ന പോലല്ല CPM-ന്റെ കമ്മിറ്റി. സഖാവെന്ന് വിളിച്ചും പിന്നെ സൗഹൃദത്തോടു കൂടിയല്ലാതെ ഒരു അക്ഷരം ഞങ്ങൾക്ക് പറയാനകത്ത് അവകാശമില്ല. ആ ഒരു സൗഹൃദാന്തരീക്ഷത്തിലും മാന്യമായി പെരുമാറാനും ഞങ്ങളുടെ പാർട്ടി ഞങ്ങളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ താഴോട്ടും അങ്ങനെ പരിശീലിപ്പിക്കുന്നേ. ഞങ്ങൾ മൈക്കെടുത്ത് വെച്ചിട്ട് എതിരാളികളെ ചീത്ത വിളിക്കാറില്ല. അവരുടെ രാഷ്ട്രീയ ഭിന്നിപ്പും വിയോജിപ്പും ഞങ്ങൾ ആവേശപൂർവ്വം പറയാറുണ്ട്. അവരുടെ നിലപാടിനെ കുറിച്ച് പറയാറുണ്ട്. സോണിയാഗാന്ധിയുടെ നിലപാടിനെ കുറിച്ചൊക്കെ ശക്തമായി, രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെ കുറിച്ച് ശക്തമായി പറയാറുള്ളവരാ ഞങ്ങൾ. പക്ഷെ അവരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കണമെന്നുള്ള നിങ്ങളുടെ ലൈൻ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി. വാസു സാറിന് ജില്ലാ ജഡ്ജിയായിട്ട് റിട്ടയർ ചെയ്ത മനുഷ്യനാണ്. ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നിരിക്കട്ടെ, അതൊക്കെ വേറൊരു കാര്യം, പൊതുപ്രവർത്തകൻ, അത് ധാരാളം ആളുകളുണ്ട്. പക്ഷെ ഇതങ്ങനല്ല. അപ്പൊ അങ്ങനെ ഒരാളെ ഞങ്ങൾ മോശമായിട്ട് എന്തിനാ സംസാരിക്കുന്നേ? പത്മകുമാർ എന്നുള്ളത് പിന്നെയും ഒന്നുമില്ലെങ്കിൽ പിന്നെ ചെറിയ പ്രായത്തിന്റെ ഒക്കെ വ്യത്യാസം ഞങ്ങൾ തമ്മിലുണ്ടെങ്കിലും സഹപ്രവർത്തകരായിരുന്നു. അദ്ദേഹം യുവജന പ്രസ്ഥാനത്തിനുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കാൽനടയാതയിലൊക്കെ പങ്കെടുത്ത ആളുകളുമാണ്. അദ്ദേഹത്തെ ഞാൻ ചിലപ്പോൾ പത്മകുമാർ എന്ന് വിളിച്ചിരിക്കും, എന്നേക്കാൾ മുതിർന്ന ആളാണെങ്കിലും. പക്ഷെ വാസു സാറിനെ ഞാൻ അങ്ങനെയല്ലേ വിളിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഒരു കൈരളിയുടെ ചർച്ചയിൽ മാത്രമല്ല, പല ചർച്ചയിലും വന്നിരുന്ന് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം, നേരത്തെ ഞാൻ പറയാൻ മാറ്റിവെച്ച അസിതയുടെ ഇടപെടലുണ്ടോ ഒഴിവാക്കിയതാ. 2 ആളുകളെ തിരികെ കയറ്റി എന്നുള്ളതാണ്. എന്താ ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്ന മണ്ടത്തരം? കേരള പോലീസോ കേരളത്തിലെ മുഖ്യമന്ത്രിയോ അല്ല ആളെ നിശ്ചയിച്ച് തിരികെ കയറ്റുന്നേ. നിങ്ങൾ കോടതിക്കെതിരായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ. ബഹുമാന്യ സ്പെഷ്യൽ കോടതി, ദേവസ്വം ബോർഡിനെ ബന്ധപ്പെടുത്തി ഇത്തരം കാര്യങ്ങൾ നിശ്ചയിക്കുന്ന കോടതി അവർക്ക് സ്വീകാര്യമായ ആളുകളെ മാത്രമേ ടീമിൽ കയറ്റൂ. അല്ലാതെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴും ഉമ്മൻചാണ്ടി ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴും ശ്രീ കരുണാകരൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ പോലീസ് കളിച്ച പോലെ അല്ല കളിക്കുന്നത്. ഇത് പോലീസ് നമുക്ക് ആവശ്യമുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് തരാനല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നത് CPM-ന്റെ ആരെങ്കിലും ഇതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും പിടിച്ചോണ്ട് വരാനാണ് പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ അന്വേഷണത്തെ കാണുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളത് കാത്തിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങളെക്കാൾ മുമ്പേ കാത്തിരിക്കുക കാര്യത്തിൽ.
കാരണം ശബരിമല നന്നാക്കാൻ വേണ്ടി ഏറ്റവും വലിയ ഇടപെടൽ ചരിത്രത്തിൽ ഇടപെട്ടിട്ടുള്ളവരാ ഞങ്ങൾ. ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ മാത്രമല്ല, 9.5 വർഷം ഈ കേരളം ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ പേരിൽ നയാ പൈസയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ കോടതിയെ ബോധ്യപ്പെടുത്താനോ കഴിയാത്ത പാപ്പരത്ത് നിറഞ്ഞ പ്രതിപക്ഷ കേരളത്തിൽ. 9.5 വർഷം പോട്ടെ, 35 വർഷം ബംഗാൾ ഭരിച്ച് ഒരു മന്ത്രിയെ നിങ്ങൾക്ക് കോടതിയുടെ അയലത്തെ കാണിച്ചു തരാമോ? 15 വർഷം ത്രിപുര ഭരിച്ച് ഒരു മുഖ്യമന്ത്രിയോ മന്ത്രിയോ നിങ്ങൾക്ക് കോടതിയുടെ 7 അയലത്ത് കാണിച്ചു തരാമോ? ഞങ്ങളുടെ പരിശീലനം അതാ. തീർച്ചയായും. ഞാൻ അവിടെ ഒന്ന് ഇടപെടുകയാണ്. അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ഇതിപ്പോൾ സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇതാ കടകംപള്ളിയും സോണിയാഗാന്ധിയും ഒരുപോലെ കാണാൻ സാധിക്കുന്ന ആളുകളല്ല കേട്ടോ. സോണിയാഗാന്ധി അല്പം കൂടിയൊക്കെ ബുദ്ധിമുട്ടേറി മാത്രം അവരെ കാണാൻ സാധിക്കുന്ന, ദേശീയ തലത്തിലെ തന്നെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണെന്ന് കോൺഗ്രസ്സുകാരെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ദയനീയമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ഇന്നിപ്പോൾ വി ഡി സതീശൻ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കാണുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിലെ പ്രതിയല്ലായിരുന്നു എന്നുള്ളതാണ്. പിണറായി വിജയനെ കണ്ടപ്പോഴും ഈ കേസിലെ പ്രതിയല്ലായിരുന്നു, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെ പ്രതിയല്ലാത്ത ഒരാൾ സോണിയാഗാന്ധി കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ എന്തിന് കണ്ടു, എങ്ങനെ കണ്ടു, ആര് മുഖാന്തരം കണ്ടു എന്നത് വിശദീകരിക്കേണ്ടേ അവർ? അതിനുള്ള അടിസ്ഥാനപരമായ ബാധ്യത കോൺഗ്രസ്സുകാർക്ക് ഇല്ലേ ഈ നാടിനോട്? അതെ, ഇത് നോക്കൂ, അയാളുടെ ആൻറ്റിസിഡൻസിനെ കുറിച്ചൊരു ധാരണയാണല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇയാളെക്കുറിച്ച് ആർക്കും ധാരണയില്ലായിരുന്നു എന്ന് നമുക്ക് വിലയിരുത്താം. നോക്കൂ, കോൺഗ്രസ് ഇരിക്കുന്നിടം കുഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമില്ല. നോക്കൂ, ഇപ്പം കോൺഗ്രസിൻ്റെ പ്രതിനിധി കള്ളൻ വാസു എന്ന് വിളിച്ചു. നോക്കൂ, അത് അദ്ദേഹത്തിൻ്റെ ചോയ്സാണ്, അദ്ദേഹത്തിൻ്റെ ഡെമോക്രാറ്റിക് എക്സസൈസിൻ്റെ ഭാഗമാണ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ ഭാഗമാണ് എന്ത് വിളിക്കണം എന്നുള്ളത്. ഞാനിവിടെ ഇരുന്നിട്ട് നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രതിയായിട്ട് പ്രതിപട്ടികയിൽ നിൽക്കുന്ന സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കള്ളം ഗാന്ധിമാർ എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അതിനകത്തൊരു മര്യാദയില്ല. കള്ളത്തരം തന്നെയാണ് അവിടെ നടത്തിയിരിക്കുന്നത്. ED ആണ് കേസ് അന്വേഷിക്കുന്നത്. ഈ രമേശ് ചെന്നിത്തലയുടെയോ അല്ലെങ്കിൽ വി ഡി സതീശൻ്റെയോ വാക്കുകളിൽ കൂടെ കടമെടുത്താൽ കേരളത്തിലെ പല കേസുകളും ED തന്നെ അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുന്നവരാണിവർ. CBI അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുന്നവരാണിവർ. ആ CBIയും EDയും ഒക്കെ അന്വേഷിക്കുന്ന നാഷണൽ ഹെറാൾഡ് കേസിലെ പ്രതിപട്ടികയിൽ നിൽക്കുന്ന വളരെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇവരെ നമുക്ക് അങ്ങനെ കള്ളൻ എന്നുള്ള പ്രയോഗത്തിൽ ചെയ്യാൻ പറ്റുമോ? നോക്കൂ, അൺടിൽ ആൻഡ് അൺലെസ് പ്രൂവ്ഡ് നമ്മൾ ഒരാളെ അങ്ങനെ പറയാൻ പാടില്ല. അയാൾ കുറ്റാരോപിതനാണ്. ഞാൻ ഈ കേസിൽ കാണുന്നത്, എനിക്കൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കാണുന്നൊരു കാര്യം, ഈ പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കൊക്കെ 2 പേരുടെ പേര് പറഞ്ഞല്ലോ, പരമാവധി ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. സാധ്യതയെന്ന് ഞാൻ പറയുന്നുള്ളൂ കേട്ടോ, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയാൻ ഞാനാളല്ല. സാധ്യത ഏതേലും രീതിയിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് ഉണ്ടായിട്ടുണ്ടാവും. ഇയാളുടെ കയ്യിൽ നിന്ന് ഈ സാധനം എടുത്തുകൊണ്ട് പുറത്തുപോയി ഇയാൾ കാണിച്ചേക്കുന്ന ഈ പറയുന്ന ക്രിമിനൽ കാര്യങ്ങളെല്ലാം ഇവരിലേക്ക് വന്ന് ഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടാണ് കടന്നു പോയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർക്കുണ്ടായിരിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സാണ്. സാധാരണ ഇതിൽ ദേവസ്വം ബോർഡിലെ പ്രത്യേകിച്ച് അയ്യപ്പൻ്റെ ട്രാവൻകൂർ കൊച്ചിൻ ആക്ട് പ്രകാരം, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട്, അതിൻ്റെ റൂൾസ് പ്രകാരം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് തന്നെ ചെയ്യണം. ഈ സാങ്ക്ടം സാങ്ക്ടോറിയം അതിൻ്റെ പ്രിമൈസസിൽ വെച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യണം എന്നതാണ് റൂൾ. ആ റൂൾ വയലേറ്റ് ചെയ്യപ്പെട്ടു. ആ റൂൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇയാൾ ഈ പറയുന്ന ലോകത്തെല്ലാം, ഇപ്പം നോക്കൂ, ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നു, ഇങ്ങനെ ലോകത്തുള്ളിടത്തെല്ലാം കൊണ്ടുപോകുന്നു. അങ്ങനെ വളരെ പബ്ലിക്കായി നടക്കുന്ന ഒരു കാര്യത്തിന് കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകൻ അതിനകത്ത് കള്ളം ചെയ്യുന്ന ഒരു ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഞാൻ എൻ്റെ വ്യക്തിപരമായ വിശ്വാസമാണ്. കള്ളം ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇത് ഏറ്റവും സീക്രട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. ഇപ്പം പോറ്റിയും ഈ പറയുന്ന പത്മകുമാറും വാസു സാറും എല്ലാം കൂടെ ചേർന്ന് ഗൂഢാലോചന നടത്തിയെങ്കിൽ ഇത് ഒതുക്കത്തിൽ കൊണ്ടുപോയി എവിടെയും വിറ്റ് റെഡിയാക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അതിന് പകരം ഈ പോറ്റി ഇത് കൊണ്ടുപോകുന്നു, പോറ്റി ഈ ലോകത്തുള്ളിടത്ത് എല്ലാം ഇത് കൊണ്ടുപോകുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ പറയുന്ന മെറ്റീരിയൽ ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, പ്രോപ്പർട്ടി, വെളിയിൽ പോയിരിക്കുന്ന പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിയിൽ ഇവരുടെ കയ്യിലുള്ള കൺട്രോൾ നഷ്ടപ്പെട്ടു എന്നാണ്. ഞാനത് ഈ വാദം സത്യത്തിൽ ആൾക്കാർ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഒരു അഡ്വക്കേറ്റിൻ്റെ ഒരു ഭാഗം കൂടെ ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ഈ പറയുന്ന മെറ്റീരിയൽ ഒബ്ജക്റ്റിൻ്റെ കൺട്രോൾ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്ന് പോയി. ആ പോയി എന്ന് അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം അവർക്ക് ആ ക്രിമിനൽ ഒഫൻസുമായിട്ട് ബന്ധമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്നാണ് പറഞ്ഞത്. എവിഡൻസ് വരട്ടെ. കാരണം അങ്ങനെ ഈ പറയുന്ന പാളിക്കകത്തുനിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതെല്ലാം ഈ പരസ്യമായിട്ട് ലോകത്തുള്ളിടത്തെല്ലാം കൊണ്ടുപോകുമോ? കോമൺ സെൻസ് ഉള്ളവരൊന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ ഇത്? അപ്പം ഞാൻ ഇതിനെ കാണുന്നത്, നോക്കൂ, ഈ പറയുന്ന കാര്യം ഇയാൾ പോറ്റി ഇത് ചെയ്തിട്ടില്ലെന്നോ, പോറ്റി ഇതിനകത്തുനിന്ന് സ്വർണം കവർന്നിട്ടില്ലെന്നോ, തെറ്റ് ചെയ്തിട്ടില്ലെന്നോ ഉള്ള ഒരു വാദം എനിക്കില്ല.
പക്ഷെ തെറ്റ് ചെയ്തിട്ടുള്ള ഇപ്പം ഇവരുടെ ഭാഗത്തുനിന്ന് ഇത് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. പുറത്ത് കൊണ്ടുപോയ ശേഷം ഇയാൾ എന്ത് ഒഫൻസ് ചെയ്താലും ഇവർക്ക് ഇതിന് കോൺസ്പിറസിയുടെ ഭാഗമായി, ഇയാൾ പുറത്ത് കൊണ്ടുപോയ കോൺസ്പിറസിയുടെ ഭാഗമായി ഇവർക്ക് റോൾ ഉണ്ടോ എന്ന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് അന്വേഷിച്ചാൽ മതിയാവൂ. അത് പത്മകുമാർ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചാൽ മതിയാവൂ. കാര്യം വാസു വാസു ഇതിനകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷിച്ചാൽ മതിയാവൂ. കാരണം അത് പുറത്ത് കൊണ്ടുപോയി എന്ന് പറയുന്നത് ഒരു തെറ്റാണ്. അത് ചിലപ്പോൾ അവർ അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സും ആയിരിക്കും. ആ അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് സംഭവിച്ചു എന്നിരിക്കട്ടെ. ആ അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് കണ്ടുവന്നിട്ട് ഇയാൾ കൊണ്ടുവന്ന് ലോകത്തുള്ളവരത്ത് എല്ലാം കള്ളം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ കള്ളത്തിനെല്ലാം ഇവർ കൂട്ടുപ്രതി എന്ന് പറഞ്ഞ് നമുക്ക് പോലീസ് ചാർജ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അവരെ ശിക്ഷിക്കാനൊന്നും പറ്റില്ല. കാര്യം അതാ പറഞ്ഞ ക്രിമിനൽ, നമ്മൾ പറഞ്ഞ ഒരു കേസിനകത്ത് ഒരു ക്രിമിനൽ ഇൻറ്റൻഷൻ ഉണ്ടാകണം. ആ ഇൻറ്റൻറ്റോട് കൂടിയല്ല അവർ ബിഹേവ് ചെയ്തിരിക്കുന്നത്. അവർക്കൊരു ലാപ്സ് പറ്റിയോ ഒരു എറർ പറ്റിയെങ്കിൽ എന്നാൽ ഈ പറയുന്ന സാധനത്തിൻ്റെ എല്ലാം സാധനങ്ങൾ ഇവർ ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഈ പറയുന്ന പർട്ടിക്കുലർ പോയിന്റിൽ ഈ ഇൻവെസ്റ്റിഗേഷനിങ് ഏജൻസികളുടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് അറസ്റ്റ് ചെയ്തിടും. കാര്യം എന്താ, ഏതെങ്കിലും തെളിവുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെളിവുകളുണ്ടെങ്കിൽ നശിപ്പിക്കാതിരിക്കാനായിട്ട് ചെയ്യും. ഇതെല്ലാം ചേർന്ന് ഇയാളാണ് കള്ളൻ എന്ന് സ്ഥാപിക്കാനാണ് നമ്മളുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളും സമൂഹത്തിൻ്റെ മുന്നിൽ അവരെ താത്തിക്കെട്ടാനായിരിക്കുന്നതെങ്കിൽ എനിക്കതിന് വലിയ എതിർപ്പുണ്ട്. കാര്യം ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ് അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. നമുക്ക് ആർക്കെതിരെയും നമുക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാം. പക്ഷേ ആ ആരോപണത്തിൻ്റെ ഒരു പ്രത്യേകത അയാളെ താറടിച്ച് കാണിക്കുകയും അയാൾ ലോകത്തിലില്ലാത്ത മോശക്കാരനായി മാറുകയും ചെയ്യും. യഥാർത്ഥത്തിൽ അയാൾക്ക് ആ റോള് കാണത്തുമില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. നമുക്ക് രാഷ്ട്രീയ ആരോപണം വരട്ടെ, അതും അവരാരോപണം ഉന്നയിക്കുന്നു എന്ന് പറയുന്നതും ഓക്കെയാണ്. അത് പൊളിറ്റിക്കൽ ആർഗ്യുമെൻ്റായിട്ട് ഞാൻ കണക്കാക്കാൻ തയ്യാറാണ്. പക്ഷെ നമുക്ക് എന്തൊരു ലീഗൽ സൈഡ് ഉണ്ട് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അത് അങ്ങനെ അല്ലാതെ ഈ പറഞ്ഞ ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് വെച്ചാൽ കേരളത്തിലെ അവതാരകരും അല്ലെങ്കിൽ മാധ്യമങ്ങളും കോൺഗ്രസിനെ വിടൂ, കോൺഗ്രസ് അത് പറയാനിരിക്കുന്നവരാണ്. അവർ ഈ ഭാഗം കാണുന്നേ ഇല്ല. ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്വർണ്ണമോ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റോ പത്മകുമാറിൻ്റെ അടുക്കലെന്നോ വാസുവിൻ്റെ അടുക്കലെന്നോ ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്കൊന്നും റിക്കവർ ചെയ്തിട്ടില്ല. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പം നമ്മൾ സാധാരണ ഇതിൽ എന്താ കട്ടോണ്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിക്കവർ ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ പ്രൊസീഡ്സ് ഇയാളിലേക്ക് എത്തിയിട്ടുണ്ടോ, ഇതിൻ്റെ ഒന്നും ഒരു തെളിവില്ല, ഒരു തെളിവ് പോലും ഇല്ല. ഇതിനകത്ത് എന്തോ ഒരു ഫയലുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് നിൽക്കുന്നത്. ആ ഫയലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർക്ക് റോൾ ഉണ്ടോ ഇല്ലയോ എന്ന് വ്യക്തത വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. കാര്യം അവരെ നമ്മൾ സംശയത്തിൻ്റെ ദൃഷ്ടിയോടുകൂടിയേ നോക്കത്തുള്ളൂ. കാര്യം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അങ്ങനെ നോക്കാവൂ. പക്ഷേ കോടതിക്ക് അങ്ങനെ നോക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് നിങ്ങൾക്ക് പ്രൂഫ് വേണമെന്ന്. നിങ്ങൾ പ്രൂവ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് തന്നെ ആയിരിക്കണം. അതല്ലാതെ ചുമ്മാ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ് അങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ലാപ്സ് ഉണ്ടായിട്ടുണ്ടോ, ഒരു ഇറഗുലർ ആക്ടിവിറ്റി അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെ ഇല്ലീഗൽ ആക്ടിവിറ്റി എന്ന് ഞാൻ വിളിക്കുന്നില്ല. കാര്യം ബോത്ത് ആർ ഡിഫറെൻറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ലോ. ഒരു ഇറഗുലർ ആക്ടിവിറ്റി ഇവർ ചെയ്തത് വഴി മറ്റൊരാൾ ഒരു വലിയ ഇല്ലീഗൽ ഒഫൻസ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഇതുമായി ബന്ധപ്പെട്ട്. അന്വേഷിച്ച് പുറത്തു വരട്ടെ. അതല്ലാതെ ചുമ്മാ ഒരു കാർപ്പറ്റ് ബോംബിങ് നടത്തി ആൾക്കാരെ ഇകഴ്ത്തി കാണിക്കാനൊന്നും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അന്വേഷണം നടത്തുന്നു, അന്വേഷണം നടത്തിയത് കൊണ്ട് ഇന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞ് ചുമ്മാ ആൾക്കാരെ പ്രിജുഡൈസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. കാര്യം ഞാൻ ഇതിനകത്ത് നിൽക്കുന്ന ഒരാളാണ്. പിന്നെ മറ്റു ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ഫോട്ടോ വന്ന് നോക്കൂ. സോണിയാഗാന്ധിയുടെ കൂട്ടത്തിൽ നിന്ന് വന്ന ഫോട്ടോയ്ക്കകത്ത് നമ്മൾ ആ ചോദിക്കുന്ന ചോദ്യം ഒറ്റ കാര്യമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അടൂർ പ്രകാശിൻ്റെ ഫോട്ടോ എനിക്കൊരു പ്രശ്നമല്ല. അടൂർ പ്രകാശ് ആക്സസിബിൾ ആണെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ സോണിയാഗാന്ധിയിലേക്ക് അവരെത്തിയതിന് ഞാൻ നേരത്തെ പറഞ്ഞ ബെല്ലാരി റൂട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അടൂർ പ്രകാശ് അല്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാര്യം അടൂർ പ്രകാശിനൊന്നും അവിടെ കയറ്റത്ത് പോലുമില്ല. അതിനുള്ള സാഹചര്യം അടൂർ പ്രകാശിനെ അവിടെ കയറ്റാനുള്ള അടൂർ പ്രകാശ് എന്തെങ്കിലും സോണിയാഗാന്ധിയെ കണ്ടതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്ത വന്നിട്ടുണ്ടോ? ഒന്നുമില്ല. അടൂർ പ്രകാശിനെ സോണിയാഗാന്ധിയോടെ കയറ്റുമെന്ന് തന്നെ എനിക്ക് സംശയമാണ്. അതുപോട്ടെ. അപ്പം അങ്ങനെ നിൽക്കുന്നത് അതിന് പകരം ഈ ബെല്ലാരി റൂട്ടിൽ നിന്നോ അങ്ങനെ ഏതിനോ ആണോ ഇയാൾ കണ്ടതെന്നുള്ള കാര്യത്തിലാണ് എൻ്റെ സംശയം കിടക്കുന്നത്. അതെനിക്ക് നല്ല രീതിയിൽ സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ബെല്ലാരിയുമായിട്ടുള്ള കണക്ഷൻ ആദ്യം തന്നെ റേസ് ചെയ്തത്. അത് അവരുടെ ഓഫീസ്, സോണിയാഗാന്ധിയുടെ ഓഫീസ് വ്യക്തമാക്കേണ്ടതാണ്. അത് ഇവർക്ക് പറയാൻ പറ്റില്ല. ഇവർ ചെയ്തിട്ടില്ലെങ്കിൽ ഇവരില്ല എന്ന് പറയത്തുള്ളൂ. പക്ഷേ സോണിയാഗാന്ധിയുടെ ഓഫീസിന് ഇത് ഏത് രൂപത്തിലാണ് ഇവരുമായിട്ട് കണക്ട് ചെയ്തതെന്ന് സോണിയാഗാന്ധിയുടെ ഓഫീസ് വ്യക്തമാക്കണ്ടേ? അത് വ്യക്തമാക്കുന്നതിനും വരെ നമുക്കിത് പറയരുത്. പറയുക തന്നെ ചെയ്യും. അതിനകത്ത് ഒരു സംശയമില്ല, പറയുക തന്നെ ചെയ്യും. ബേസിൽ ഏതൊക്കെ വിഷയത്തിൽ വിയോജിപ്പിലാണ് കൈ ഉയർത്തിയത് ആ വിഷയം ബേസിലിന് പറയാം. അതിനോടൊപ്പം തന്നെ ഞാൻ ആവർത്തിച്ച് ചോദിക്കാൻ ശ്രമിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ബേസിൽ ഇപ്പോൾ ബേസിൽ മുൻപ് ഉയർത്തി കാണിച്ച എല്ലാ ഫോട്ടോകൾക്കും അതുമായി ബന്ധപ്പെട്ടവരോ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ വളരെ ക്ലാരിറ്റിയുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉൾപ്പെടെ അവർ നിൽക്കുന്ന ചിത്രത്തിൽ തുടങ്ങി കടകംപള്ളിയോടൊപ്പം നിൽക്കുന്ന 3 ചിത്രങ്ങൾ അതിലുൾപ്പെടെ അതിൽ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. വന്നിട്ടില്ലാത്ത ഒരു ചിത്രത്തെക്കുറിച്ചാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. ബേസിൽ പറഞ്ഞതുപോലെ ഏതൊരാൾക്കും ഓടിപ്പോയി ഫോട്ടോ എടുക്കാൻ കഴിയുന്ന ആളാണ് സോണിയാഗാന്ധി എന്നത് ഈ നിമിഷം വരെ ഞാൻ വിശ്വസിക്കുന്നുമില്ല. അപ്പോൾ ആ കാര്യത്തിൽ ക്ലാരിറ്റി കോൺഗ്രസ് വരുത്തേണ്ടതില്ലേ ബേസിൽ?
അതായത് അശ്വതിക്കുള്ള ആദ്യമേ ഒരു മറുപടി ഞാൻ പറയാം. അശ്വതിന്റെ അടുത്ത് കിങ് ലെയർ സിനിമയെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. കിങ് ലെയർ സിനിമയിൽ ലാസ്റ്റ് കൊണ്ടുപോയി മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ എടുത്ത് വെച്ച് ഫോട്ടോ കാണിച്ചിട്ട് പറയുന്ന ഒരു രംഗമൊക്കെ അശ്വത പറയുകയുണ്ടായി. അശ്വത കണ്ടെന്ന് എനിക്ക് വിചാരിക്കുന്നു. പൃഥ്വിരാജിന്റെ ഒരു കടുവ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ കടുവ എന്ന് പറയുന്ന സിനിമയിൽ ഈ പറയുന്ന ലാസ്റ്റ് സ്ഥലം വരെ വിറ്റ് പൈസ ഉണ്ടാക്കി പണം വെച്ച് ഈ പറയുന്ന ഒരു ഭരണകൂടത്തെ താഴെ ഇറക്കുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമ കൂടെ അശ്വതി ഒന്ന് കാണണം. വിശ്വാസികളുടെ സ്വർണം പോലും ഞാൻ പറഞ്ഞു തീരട്ടെ അശ്വതല്ല, അത് ശരിയല്ല അശ്വത, ഞാൻ പറഞ്ഞു തീരട്ടെ. ശബരിമലയിലെ സ്വർണം പോലും തട്ടുകൊണ്ടുപോയി ആ പൈസ ഉപയോഗിച്ച് അടുത്ത ഭരണത്തെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണോ CPM ശ്രമിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഒരു ചിന്തിച്ചു പോകും അശ്വത. അല്ലല്ല, അശ്വത പറഞ്ഞ കിങ് ലെയറിന് മറുപടി ഞാൻ പറഞ്ഞേ. കടുവ സിനിമയിലെ സംസ്ഥാന രാഷ്ട്രീയത്തെ താഴെ ഇറക്കുന്ന ഒരു സീനുണ്ട്. അതുപോലെ കേരളത്തിലെ ഈ പറയുന്ന ശബരിമലയിലെ സ്വർണം പോലും കട്ടെടുത്തു കൊണ്ടുപോയി അത് വിറ്റ് കാശുണ്ടാക്കി കേരളത്തിലെ ഭരണത്തെ തിരിച്ചുപിടിക്കാൻ പോലും ഈ പറയുന്ന പിണറായി വിജയന്റെ സർക്കാർ ശ്രമിക്കുകയാണോ എന്നുള്ള ആശ്ചര്യത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. പിന്നെ മടിയിൽ കനമില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന കേരള പോലീസ് ആണോ ഈ പറയുന്ന പത്മകുമാറിനെയും ഈ പറയുന്ന മുരളി ബാബുവിനെയും ഈ പറയുന്ന വാസുവിനെയും ഈ പറയുന്ന സുധീഷ് കുമാറിനെയും ഇങ്ങേയറ്റം വന്ന കടകംപള്ളിയും ചോദ്യം ചെയ്ത് ആരാ? കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് ആണോ? അല്ല. കേരളത്തിന്റെ പിണറായി വിജയന്റെ പോലീസ് ആണോ? അല്ലല്ലോ. ഈ പറയുന്ന കോടതി ഇടപെട്ട് SIT ആണ് ഇവരെ ചോദ്യം ചെയ്തത്. SIT ഇവരെ ചോദ്യം ചെയ്ത് ഇപ്പൊ ഈ പറയുന്ന പത്മകുമാർ ഉൾപ്പെടെ അകത്ത് കിടക്കുന്നു. വാസുവിനെ കള്ളൻ എന്ന് തന്നെ വിളിക്കും, പത്മകുമാറിനെയും കള്ളൻ എന്ന് വിളിക്കും. ഈ പറയുന്ന പത്മകുമാറിനെ വാസുവിനെ കള്ളൻ എന്ന് വിളിച്ചോളൂ. ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ കേരളത്തിലെ പോലീസ് അല്ല, കൃത്യമായി കോടതിയുടെ ഡയറക്ഷൻ മുഖേന കേരളത്തിലെ ഈ പറയുന്ന കോടതിയുടെ ഡയറക്ഷൻ മുഖേന SIT ആണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കേരളത്തിലെ പോലീസ് ആയിരുന്നു ഇത് അന്വേഷിച്ചതെങ്കിൽ പിണറായി വിജയന്റെ സർക്കാർ ഇതിനെ അട്ടിമറിച്ചേനെ. അപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ അന്വേഷണത്തെ സഹകരിച്ചു, ഞങ്ങൾ അന്വേഷണം. നിങ്ങളല്ല അന്വേഷണം നടത്തിയത്. ഈ പറയുന്ന കോടതിയുടെ ഡയറക്ഷൻ വെച്ച് SIT ആണ് അന്വേഷണം നടത്തിയത്. ആ SIT അല്ലായിരുന്നു ഇന്നിവർ ആരും അകത്താവില്ലായിരുന്നു. പിന്നെ അശ്വതിയോട് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം. സിനിമയൊന്നും വെക്കണ്ടേരെ. ആ സിനിമയിലെ പോലെയാണോ ഇത് നടക്കാൻ പോകുന്നത്? ഞങ്ങൾക്കൊരു അട്ടിമറിക്കുന്ന രംഗങ്ങൾ കാണാൻ ഒരു സിനിമയും കാണണ്ട. കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങൾ കണ്ടാൽ മതി. ബേസിൽ ഏറ്റവും കൂടുതൽ മറ്റത്തൂർ കണ്ടാൽ മതി. അതിലേക്കൊന്നും പോകുന്നില്ല. എന്റെ ലാസ്റ്റ് ഒറ്റ ചോദ്യം കൂടിയുണ്ട്. ഇപ്പോൾ ബേസിൽ ഇതാ പറഞ്ഞല്ലോ, അത് പിണറായി വിജയന്റെ പോലീസേ അല്ല എന്ന് ബേസിൽ പറയുന്നു. അത് എന്തെങ്കിലും ആകട്ടെ, എന്തോ ആയിക്കോട്ടെ. SIT എന്നൊരു അന്വേഷണ സംവിധാനത്തിൽ ബേസിൽ പൂർണ്ണമായും തൃപ്തി രേഖപ്പെടുത്തുകയാണ്, വിശ്വസിക്കുകയാണ് ആണല്ലോ. ശരി, ഞാൻ അംഗീകരിച്ചു. ബേസിൽ നോക്കൂ. ബേസിൽ പറഞ്ഞതെല്ലാം ഞാൻ അംഗീകരിച്ചു. പിണറായി വിജയന്റെ പോലീസ് അല്ലാത്ത ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘത്തെ ബേസിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് VD സതീശൻ തള്ളിക്കളഞ്ഞ ആ അന്വേഷണ സംഘം ഏതാണ്? കോൺഗ്രസിന് എത്ര അഭിപ്രായമാണ്? VD സതീശനെയാണോ അപ്പോൾ ബേസിൽ തള്ളിയത്? ആ അന്വേഷണ സംഘത്തിൽ ഞാൻ കൃത്യമായ മറുപടി തരാം. അശ്വതിക്ക് ഞാൻ കൃത്യമായ മറുപടി തരാം. ആ അന്വേഷണ സംഘത്തിലേക്ക് സർക്കാർ അവരുടെ, അതായത് സർക്കാരാണ് ആ അന്വേഷണ സംഘത്തിലേക്ക് നിങ്ങളുടെ CPMന്റെ ഈ പറയുന്ന സംഘടനയിൽ, ഈ പറയുന്ന പോലീസുകാരുടെ സംഘടനയിൽ അംഗങ്ങളായിരിക്കുന്ന ഭാരവാഹികളായിരിക്കുന്ന 2 CIമാരെ ഞാൻ ആദ്യം പറഞ്ഞു, 2 IPS ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി നിങ്ങൾ തിരികെ കയറ്റി. ആ തിരികെ കയറ്റിൽ എന്തിനാ? നിങ്ങളുടെ ആളുകളെ ഇനി പിടിക്കരുത്. ഇനി അടുത്ത വിക്കറ്റ് പോകുന്നത് കടകംപള്ളിയിലേക്കാ. അത് കഴിഞ്ഞ് അടുത്ത വിക്കറ്റ് പോകും. ഞാൻ ആദ്യം പറഞ്ഞു കേരള നമ്പർ 1 വീഴും. നോക്കിയിരുന്നു അശ്വതേ. അശ്വത എന്നെ കിങ് ലെയറിന്റെ കഥയൊക്കെ പറഞ്ഞല്ലോ. കടുവ സിനിമ ഒന്ന് ഈ പറയുന്ന അശ്വതയും പോയി ഒന്ന് കണ്ടേക്ക്. ശരി. അതാണ് ഞാൻ ബേസിൽ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. എന്തിനാണ് അത് കാണാൻ കടുവ സിനിമ കാണുന്നത്? കോൺഗ്രസ് ഭരിച്ച എത്രയോ സംസ്ഥാനങ്ങൾ കണ്ടാൽ മതി. ബേസിൽ സിനിമ കണ്ട് അത്രയും സമയം കളയേണ്ട കാര്യമില്ല. ആ സംസ്ഥാനങ്ങളിലേക്ക് നോക്കിയാൽ നെറുകെട്ട രാഷ്ട്രീയത്തിന്റെ ചരിത്രം കൂടി നമുക്ക് പഠിക്കാം. ശരി, സമയമില്ല. PK ഗോപൻ, ഞാൻ വസ്തുതയാണ് പറഞ്ഞത് സുഹൃത്തെ. വസ്തുത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പൊള്ളും. കാരണം ആ നിലയിലുള്ള നെറികെട്ട രാഷ്ട്രീയമാണ് അവിടെ നടത്തിയത്. അതാണ് ഞാൻ പറഞ്ഞത്. സിനിമ കാണുന്ന സമയം ആ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയം പഠിക്കാൻ ഉപയോഗിച്ചാൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ അത് ഉപയോഗപ്പെടും ഓരോരുത്തർക്കും. ശരി. PK ഗോപൻ, അപ്പോൾ ഏറ്റവും അവസാന സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ബേസിൽ നമ്മൾ കോൺഗ്രസിന്റെ പ്രതിനിധി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണ് ബേസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് പ്രതിനിധി SIT എന്ന സംവിധാനത്തിൽ പൂർണ്ണമായും വിശ്വാസം രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരെല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് പറയുന്നു. തൊട്ടടുത്ത നിമിഷം VD സതീശൻ പറഞ്ഞ അഭിപ്രായത്തെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് ബേസിലിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് ഓർമ്മ വരുന്നത്. അപ്പോൾ ഉടനെ പിണറായി വിജയന്റെ പോലീസിനെ തിരികെ കയറ്റി. അപ്പോൾ എവിടെ പോയി ഈ ഹൈക്കോടതി? അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഹൈക്കോടതിയാണ് ആളുകളെ എടുക്കുന്നതും ഒഴിവാക്കുന്നതല്ല. LDFകാരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ, അല്ലെങ്കിൽ CPMുമായി ബന്ധമുള്ളവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് SIT, അത് ഗവൺമെന്റിന് ബന്ധമില്ല.
UDF-ന്റെ ആളുകളിലേക്ക് പോയാൽ അത് ഗവൺമെന്റ് ഇടപെട്ട് അറസ്റ്റ് ചെയ്യിക്കുന്ന പച്ചയായ ഇരട്ടത്താപ്പായത്. രണ്ടാമത്തെ കാര്യം, PD സതീശന്റെ ബോംബായിരുന്നു CPM-നെതിരായിട്ടുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിളയാട്ടവും പ്രശ്നങ്ങളും എല്ലാം. അദ്ദേഹം ബോംബ് പൊട്ടിക്കുമെന്ന് പറയും. ഇതാണ്. പക്ഷെ ആ ബോംബ് പൊട്ടിയിരിക്കുന്നത് ജനപത് 10-ലാണ്, ഡൽഹിയിലാണ്. അതായത് UDF-നെതിരായിട്ടുള്ള ബൂമറാങ് ആയിട്ട് ഈ ശബരിമല ഇഷ്യൂ മാറാൻ പോവുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഈ ബാസു സാറിനെ കള്ളാന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ അദ്ദേഹത്തിനുണ്ട്. ഞങ്ങളും അങ്ങനെ വിളിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടരുത്. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിയെ കള്ളാന്ന് വിളിക്കേണ്ടി വരും. അതുപോലെ വിൻസെന്റ് MLA ജയിലിൽ കിടന്ന കള്ളാന്ന് വിളിക്കേണ്ടി വരും. നേരത്തെ ശ്രീ ലാൽ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചതുപോലെ സഭ്യമായ ഭാഷയുടെ പരിധി ലംഘിച്ചു പോകരുത്. സഭ്യമായ ഭാഷയുടെ ഒരു പരിധി ഏത് പ്ലാറ്റ്ഫോമിലും നമുക്ക് പുലർത്തേണ്ടതുണ്ട്. ഇവിടെ എന്തായാലും അത് അനുവദിക്കില്ല. ആ നിലയിലുള്ള പ്രയോഗങ്ങളൊന്നും വേണ്ട. ബേസൽ പറഞ്ഞു അല്ലെ KPCC-ക്കകത്ത് വിളിച്ചാൽ മതി, ഞങ്ങളെ വിളിക്കണ്ട. ഞങ്ങളൊന്നും തിരിച്ചങ്ങനെ വിളിക്കത്തൂല്ല ഇയാളെ. ശരി, ഞങ്ങളൊന്നും നിങ്ങളെ അങ്ങനെ തിരിച്ചു വിളിക്കില്ല. പത്രസമ്മേളനം നടത്തിയപ്പോഴേ VD സതീശനെ വിളിച്ച വിളിയുണ്ടല്ലോ. സുധാകരൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ VD സതീശനെ വിളിച്ച വിളിയുണ്ടല്ലോ. ആ സൈസ് വിളിയൊക്കെ നിങ്ങളുടെ പാർട്ടി കമ്മിറ്റി വിളിച്ചാൽ മതി. ഞങ്ങളെ വന്നിരുന്നിട്ട് ഫ്ലോറിൽ വന്നിരുന്നിട്ട് ഞങ്ങളെ വിളിക്കരുത്. ഞങ്ങൾ ആ സൈസ് ഞാൻ വിളിച്ചാൽ തിരിച്ചു വിളിക്കില്ല. അങ്ങനെ വിളിച്ചാൽ ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളിലേക്ക് ശരി ബേസിലാണ് സഭ്യമല്ലാത്ത ഒരു പ്രയോഗം ഒരു ചർച്ചയിൽ നടത്തിയത്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ടി വന്നത്. അഡ്വക്കേറ്റ് എൽ ലാൽകുമാർ, ഇതിപ്പോൾ കോൺഗ്രസ് നേതാക്കളിലേക്ക് അന്വേഷണം നീണ്ടാൽ ഹൈക്കോടതിയെ CPIM ഹൈജാക്ക് ചെയ്തു എന്നൊരു ആരോപണം കോടതി നിയമ സംവിധാനം കേൾക്കേണ്ടി വരുമോ എന്നിടത്തേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടോ? ഇവർക്ക് ഇതൊന്നും മനസ്സിലാകാത്തതിൻ്റെ കുഴപ്പമാണ്. നോക്കൂ, പേരന്റ് പാട്രിയ തിയറി എന്ന് പറഞ്ഞൊരു തിയറി തന്നെയുണ്ട്. അതിൽ ഒരു പെർപെക്ച്വൽ മൈനറായ ഐഡലിൻ്റെ ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ അത് കോടതിയാണ്. അതുകൊണ്ടാണ് ഈ കോടതി ഇതിനകത്ത് ഇടപെടുന്നത്. നോക്കൂ, നമ്മൾ ദേവസ്വം ബോർഡ് ഏതൊരു ആക്ട് എടുത്താലും ദേവസ്വം ബെഞ്ചിൻ്റെ പെർമിഷനോടുകൂടിയേ മുന്നോട്ട് നീങ്ങാൻ പറ്റൂ. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഇത് ചുമ്മാതെ പിച്ചും പേയും അവിടെ വന്നിരുന്ന് ഇവിടെ വന്നിരുന്ന് എവിടെയെങ്കിലുമൊക്കെ കേട്ടിരുന്ന് വാട്സപ്പിലും കിട്ടുന്നതൊക്കെ കേച്ച് പറയുന്നതാണ്. ഇത്രയും സെൻസേഷണലായ ഒരു വിഷയത്തിൽ CPM-ൻ്റെ താല്പര്യത്തിൽ ഏറ്റവും കള്ളന്മാരായ 2 ഓഫീസർമാരെ അതിനകത്ത് കുത്തിക്കയറ്റി. ഈ കള്ളന്മാർക്ക് തന്നെ ട്രാക്ക് റെക്കോർഡില്ലേ? അവർക്ക് സർവീസ് റെക്കോർഡില്ലേ? ഇതെന്നാ പൊതിഞ്ഞു വെച്ച് തന്നെ മാനത്ത് വെച്ചിരുന്ന് ട്രാക്ക് റെക്കോർഡ് ഇരിക്കുകയാണോ? ആ ട്രാക്ക് റെക്കോർഡ് ഹൈക്കോടതിയുടെ മുന്നിൽ വരത്തില്ലേ? ഈ പറയുന്ന സാധനങ്ങൾ ആൾക്കാരെ കുത്തിത്തിരിക്കിയിട്ടുണ്ടെങ്കിൽ ഈ ട്രാക്ക് റെക്കോർഡുള്ള ആൾക്കാരെ എന്തിന് ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തു, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തു എന്ന് ഹൈക്കോടതി ചോദിക്കത്തില്ലേ? ഇതൊക്കെ ചുമ്മാ എന്തേലൊക്കെ അങ്ങ് പറയുവാ നീ. ഇതാണ് ഞാനൊരു കാര്യം പറയാം, ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കേരളത്തിൽ ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ? നമ്മൾ ഇന്ന് ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഒരു ഫാക്ച്വൽ പൊസിഷൻ പറയാനുള്ള മാധ്യമ സാഹചര്യം കേരളത്തിലില്ല. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ബേളം ഉണ്ടാക്കി അലമ്പുണ്ടാക്കി നമ്മളെ വേറെ ഏതെങ്കിലും വഴിക്ക് വിട്ട് സംസാരിക്കാൻ അനുവദിക്കാതെ ഇന്ന് വളരെ കമ്പോസ്ഡ് ആയിട്ട് സംസാരിക്കാൻ ഒരു അന്തരീക്ഷം കേരളത്തിലെ മാധ്യമപ്രവർത്തകർ തരത്തില്ല. മാധ്യമപ്രവർത്തകർ അതുപോലത്തെ വൃത്തിയായിട്ട പണിയാണ് ഈ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് മടി. അതുകൊണ്ടാണ് ഇത് കാര്യങ്ങൾ പലതും വരാത്തത്. നോക്കൂ, തെറ്റുകളുണ്ടോ എന്ന് തെറ്റുകൾ നിങ്ങളോടല്ല പറയുന്നത് മിസ്റ്റർ, നിങ്ങളോടല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഉണ്ടായിരിക്കും. താങ്കൾ എന്തിനാ ഈ പറയുന്നത്? ഇതൊക്കെ എന്തോ ഈ പറയുന്നേ? താങ്കൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ പോയിന്റിലൊക്കെ ഇടയ്ക്ക് കൊണന്ന് വർത്താനം പറയുന്നതല്ല ഡിബേറ്റ്. ഞാൻ നിർത്തി, എന്തോന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ശരി ഓക്കെ. ഞാൻ അവസാനിപ്പിക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ ചേർന്ന 3 പേർക്കും. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുകയാണ്.